നിങ്ങൾ ഇങ്ങനെ ജവാബില്ലാതെ പോയാൽ ഞാൻ ഇപ്പൊ ഇത് നിർത്തിപ്പോണ്ടത്. അപ്പോ ജുമയുടെ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്ത് അറബിയിൽ ഓതേണ്ടതിന് പകരം എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ അതിന്റെ അർത്ഥം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പുത്തൻവാദികൾ ആരെങ്കിലും ആ നിസ്കാരമാണ് ശരി എന്ന് സമ്മതിച്ചു കൊടുക്കുമോ? അതൊരു ചോദ്യമാണ്. സമ്മതിച്ചു കൊടുക്കൂലെങ്കിൽ എന്തുകൊണ്ട് സമ്മതിക്കൂല? നമ്മളെ പുത്തൻവാദികളെ വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. ഓരോരുത്തർ സമ്മതിച്ചു കൊടുക്കും. പക്ഷെ നിലവിൽ അവരുടെ പള്ളികളിൽ അത് നടക്കണില്ലല്ലോ. എന്തുകൊണ്ട് അവരത് സമ്മതിച്ചു കൊടുക്കില്ല? എന്തുകൊണ്ടാണ് അത് സമ്മതിച്ചു കൊടുക്കാത്തത്? അതെന്താ കാരണം? ഖുർആന് ഉത്ബോധനല്ലേ? വമാഹുവ ഇല്ലാ ദിക്റുൽ ആലമീൻ എന്നാണ് പരിശുദ്ധ ഖുർആനെ പറ്റി അള്ളാഹു പറഞ്ഞത്. അത് ജനങ്ങൾക്ക് ഉത്ബോധനം തന്നെയാണ് പരിശുദ്ധ ഖുർആൻ. ആ ഉത്ബോധനം ജുമാന്റെ മുമ്പാണോ ശേഷമാണോ എന്നാണ് ഇപ്പൊ ഒരാൾ ചോദിക്കുന്നത്. മുമ്പ് എന്തായാലും പറ്റൂല. നിങ്ങൾ പറഞ്ഞ ഉത്ബോധനത്തിന്റെ അർത്ഥം മലയാള പ്രസംഗമാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രസംഗം ജുമാന്റെ മുമ്പ് പാടില്ല എന്നാണ് ആലിമീങ്ങൾ ഫത്വ കൊടുത്തിട്ടുള്ളത്. പണ്ഡിതന്മാർ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോ മുമ്പുള്ളതിനെ പറ്റിയിട്ടല്ല പറയുന്നത്, ഖുത്ബയെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഖുത്ബന്റെ ഭാഷ മാറ്റാൻ പറയുന്ന ന്യായം പരിശോധിച്ചാൽ അതേ ന്യായം കൊണ്ട് തന്നെ എന്തു മാറ്റണം? നിസ്കാരത്തിന്റെ ഭാഷയും മാറ്റേണ്ടി വരും. തീർച്ചയാണത്. ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ വഹാബികളും മൗദൂദികളൊക്കെ, പ്രത്യേകിച്ച് വഹാബികൾ മെനഞ്ഞുണ്ടാക്കുന്ന വേറൊരാശയുണ്ട്. എന്താ? ഖുത്ബ ഉത്ബോധനാണ്, നിസ്കാരം പിന്നെ അതല്ലാതാണ്. പിന്നെ നിസ്കാരത്തിൽ ഖുർആൻ ഓതനല്ലേ? ഖുർആൻ ഉത്ബോധനാന്ന് പരിശുദ്ധ ഖുർആൻ തന്നെയല്ലേ പഠിപ്പിക്കുന്നത്? ഖുർആൻ തിരിയാനുള്ളതല്ലേ? അങ്ങനെ ആർക്കെങ്കിലും വാദമുണ്ടോ ഖുർആൻ തിരിയേണ്ടാത്തതാണ്? അത് വേറൊന്നും. അത് ശരിയാ. ചിലരിങ്ങനെ പറയലുണ്ട്, എന്ത്? ഖുത്ബ ജനങ്ങളോടാണ്, നിസ്കാരം അള്ളാഹിനോടാണ്. അത് ശരി. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. അള്ളാഹ് കച്ചവടമൊക്കെ നിർത്തിയിട്ട് നേരത്തെ പള്ളിക്കൊക്കെ പോന്നാണ്ടിന്ന് അള്ളാഹിനോട് പറയാണിപ്പോ. എന്താ ചെയ്യ? ഇത് ബാലുശ്ശേരിക്കാരൻ മൗലവി പറഞ്ഞ ന്യായാണല്ലോ. ഖുത്ബ ജനങ്ങളോടാണ്, നിസ്കാരം അള്ളാഹുവിനോടാണ്. അപ്പൊ ഈ നിസ്കാരത്തിലല്ലേ ഖുൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. നിങ്ങൾ ഓടിക്കഴിച്ചലാകാൻ നോക്കണ മരണം ഉണ്ടല്ലോ, അത് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. നിസ്കാരത്തിലാണ് ഇത് ഓതുന്നത്. അത് അള്ളാഹിനോടാ പോയി പറഞ്ഞത്. അതേപോലെ ലാ തുൽഹിക്കും അംവാലുക്കും വല ഔലാദുക്കും എന്ന് ദിക്രില്ല. നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തിരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിനോടാ. അപ്പൊ നിസ്കാരം അള്ളാഹിനോടാണെന്നാണല്ലോ ബാലുശ്ശേരിക്കാരൻ മൗലവി പറയുന്നത്. അയാൾക്ക് പിന്നെ നിസ്കാരം എന്താണെന്നോ ഖുത്ബ എന്താണെന്നോ ഒന്നും അറിയില്ല. അതാ സഫാ മർവന്റെ ന്യായം നിസ്കാരം തിരിയുന്ന ഭാഷയിലാകണമെന്ന്. ആരോടൊന്നും ആകണമെന്നില്ല, ആകണമെന്നുണ്ടല്ലോ. നിസ്കാരം തിരിയുന്ന ഭാഷയിലാകണമെന്നില്ല എന്ന് നിങ്ങൾ അവര് പറഞ്ഞുണ്ടാക്കില്ലേ? അതേപോലെ നമുക്കും പറഞ്ഞുണ്ടാക്കാമല്ലോ, ഖുത്ബ തിരിയണ ഭാഷയിലാകണമെന്നില്ല. അല്ലേ? ഖുത്ബ തിരിയുന്ന ഭാഷയിലാകണം എന്നില്ല എന്ന് നമുക്കും പറഞ്ഞുണ്ടാക്കാം. ന്യായം പറയുമ്പോ ന്യായം എല്ലായിടത്തും ന്യായമാണ്. അല്ല, ഖുത്ബ തിരിയണ ഭാഷയിലാകണമെന്നും നിസ്കാരം തിരിയണ ഭാഷയിലാകണമെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തേലും കാരണം കൂടി പറയണം. അതിന്റെ കാരണം കൂടി പറയണം. ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാ. എന്താ ഞാൻ പറഞ്ഞത്? ഖുത്ബ ജനങ്ങളോടുള്ള ഉപദേശമാണ്. പരിശുദ്ധ ഖുർആനും ജനങ്ങളോടുള്ള ഉപദേശമാണ്. നിസ്കാരത്തില് ഇന്നലെ വരെ പരിശുദ്ധ ഖുർആൻ ഓതിയിരുന്നു. ഉച്ചക്ക് പതുക്കെയാണ് ഓതിയത്. ഇന്ന് ഓതുന്നത് ഉറക്കെയാണ്. എന്താ കാരണം? ഇന്ന് നാട്ടിലെ ജനങ്ങൾ എല്ലാരും കൂടി വന്നേസ എല്ലാരും പരിശുദ്ധ ഖുർആൻ കേൾക്കട്ടെ. ഖുർആൻ എന്തിനുള്ളതാ? വെറുതെ കേൾക്കാനുള്ളത്. അതുഹാൻ ജുമാ സൂറത്ത്, അതിന്റെ പ്രമേയം എന്താ? വെള്ളിയാഴ്ച നേരത്തെ കൊടുത്താൽ ഉടനെ എല്ലാ പണി നിർത്തിച്ചു വരണം എന്നാണ്. ഇത് തിരിയണ്ടേ? അപ്പൊ പരിശുദ്ധ ഖുർആൻ ഉത്ബോധനം തന്നെയാണ്.
അത് തിരിയാനുള്ളതാണ്, അത് മനസ്സിലാകാനുള്ളതാണ്. അപ്പോഴേ അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും. അത് മനസ്സിലാകണമെന്നില്ല. പിന്നെ ഖുതുബ മാത്രം മനസ്സിലായാൽ മതി എന്ന് പറയുന്നതിന് സൂക്കേട് എന്നാ പറയാ കേട്ടാ. അതിന് മലയാള ഭാഷയിൽ സുഖക്കേട് എന്ന് പറയും. വേറെ ഒന്നും അതിന് പേര് പറയാൻ പറ്റൂല. കാരണം അതിന്റെ വ്യത്യാസം ഉണ്ട് പറഞ്ഞു തരണം. മനസ്സിലായോ? അതിന്റെ വ്യത്യാസം എന്താക്കണം എന്നിട്ട് പറഞ്ഞു തരണം. അല്ലാതെ വേറെ എന്ത് പറഞ്ഞാലും തൽക്കാലം അവിടെ എന്താവൂല, രക്ഷപ്പെടൂല. സഫാ മറുവക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്കിലേക്ക് വരാവുന്നതാണ്. മനസ്സിലായോ? ആ മൈക്ക് എടുത്ത് സംസാരിക്കുക. നമ്മൾ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഖുതുബ എന്ന് പറയുന്നത് കേവല പ്രസംഗമാണെന്ന് ചിത്രീകരിച്ച് അതിന്റെ വില ഇടിക്കാനുള്ള വഹാബികളുടെ സർവ്വ കുതന്ത്രങ്ങളെയും SGVയിൽ തകർത്ത് തരിപ്പണാക്കും ഇൻഷാ അല്ലാഹ്. അതിന് നിങ്ങൾ ബേജാറാകണ്ട. പക്ഷെ ഇങ്ങനെ ടെക്സ്റ്റ് അടിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. മൈക്ക് എടുക്കാൻ വേണ്ടി എന്നിട്ട് ചോദിക്കും. ഓരോ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ജമാൽ കൊടുവള്ളി റൈസാൻ ചെയ്തിരിക്കുന്നു. മുമ്പ് ഖുതുബനെ പറ്റി ചോദിക്കാനാണോ ജമാൽ കൊടുവള്ളി? ആയിക്കോട്ടെ, എന്നാ ജമാൽ കൊടുവള്ളി മൈക്ക് എടുത്തോട്ടെ, ഞാൻ വിട്ടു. അപ്പോ നമസ്കാരം അനറബി ഭാഷയിൽ പറ്റില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ശരിയാണ്, നമസ്കാരം അറബി അല്ലാത്ത ഭാഷയിൽ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ നമസ്കാരവും അനറബി ഭാഷയിലാകാമെന്ന് പറഞ്ഞവരുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ ഇബാറത്ത് ഇങ്ങനെ വായിക്കാം. വലം യസ്തരിത്തുൽ ഹനഫിയ്യത്തു അൻ യകൂന തക്ബീറത്തുൽ ഇഹ്റാമു ബിൽ ലുഗത്തിൽ അറബിയ്യ ولو نطق بها بلغة أخرى فإن صلاته تصح سواء كان قادرا على نطق باللغة العربية أو عاجزا ولو كبر بلغة الفارسية جاز عند أبو حنيفة لأن المقصود هو الذكر وذلك حاصل بكل لسان. നമസ്കാരം പോലും അറബി അല്ലാത്ത ഭാഷയിൽ പറ്റുമെന്ന് തന്നെയാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആളുകളുടെ വാദം. അപ്പോ മനസ്സിലായില്ല, ഞാൻ വേണ പരിഭാഷ പറഞ്ഞുതരാം. ഹനഫി മദ്ഹബിൽ വലം യസ്തരിത്തുൽ ഹനഫിയ്യത്തു അൻ യകൂന തക്ബീറത്തുൽ ഇഹ്റാം ബിൽ ലുഗത്തിൽ അറബിയ്യ, അറബി ഭാഷയിൽ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം പറയണമെന്ന് വാദം ഹനഫി മദ്ഹബിൽ ഇല്ല. വലൗ നതഖ ബിഹാ ബിൽ ലുഗത്തിൻ ഉഖ്റാ ഫഇന്ന സ്വലാത്തുഹു തസ്ഹീഹു, മറ്റേതെങ്കിലും ഒരു ഭാഷയിൽ ആ തക്ബീറത്തുൽ ഇഹ്റാം പറഞ്ഞാലും നമസ്കാരം സഹീഹാകും. സവാഅൻ കാന ഖാദിറൻ അലാ നുത്ഖി ബിൽ ലുഗത്തിൽ അറബിയ്യ ഔ ആജിസ, അറബി ഭാഷ പറയാൻ കഴിവുള്ളവനാണെങ്കിലും അല്ലെങ്കിലും. വലൗ കബ്ബറ ബിൽ ലുഗത്തിൽ ഫാർസിയ, ഇനി ഫാർസി ഭാഷയിൽ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചാലും ജാസ ഇൻദ അബൂ ഹനീഫ, അബൂ ഹനീഫയുടെ മദ്ഹബിൽ അത് ജായിസാണ്. കാരണം ലിഅന്നൽ മഖ്സൂദുഹു ദിക്റു, കാരണം അത് ദിക്റാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വദാലിക ഹസ്ലൻ ബികുല്ലി ലിസാൻ, എല്ലാ ഭാഷയിലും അത് സാധ്യമാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഖുതുബ ഒരിക്കലും തന്നെ നമസ്കാരത്തിൽപ്പെട്ടതല്ല. ഖുതുബ പരിഭാഷ ചെയ്യുന്നതിന് ഇസ്ലാം എതിരല്ല എന്നതാണ് എന്റെ വിശ്വാസം. തന്നെയുമല്ല, നമസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർള് നിയ്യത്ത് തന്നെയും നിങ്ങൾ പരിഭാഷ ചെയ്യുന്നുണ്ടല്ലോ. നമസ്കാരത്തിന് പുറത്തുള്ള ഖുതുബ എന്തുകൊണ്ട് പരിഭാഷ ആയിക്കൂടാ? അതൊന്നും വൈകടുത്ത് പറയും. തിരക്കടില്ല. ഇങ്ങനെയൊക്കെ ജമാൽ കൊടുവള്ളിനെ ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. മൂപ്പർക്ക് നന്നായി ഇബാറത്തൊക്കെ കിട്ടുന്ന കിതാബൊക്കെ അത്യാവശ്യം തിരിയണ ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് സംസാരിക്കണതിൽ സന്തോഷമേ ഉള്ളൂ. സംസാരിക്കുമ്പോ പിന്നെ അങ്ങനത്തെ ആളുകളാണ്. നമ്മളീ സുഹൈൽ യൂസുഫിന്റെ ഒക്കെ മാതിരി തീരെ അന്തല്ലാത്തവരായാൽ പറ്റില്ല. ജമാൽ കൊടുവള്ളിയൊക്കെ എന്ന് പറഞ്ഞാല് അദ്ദേഹം കിതാബൊക്കെ വായിച്ചിട്ട് ഒരു പണ്ഡിതോചിതമായ ഒരു ചർച്ചക്കാണ് അദ്ദേഹം വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ പറഞ്ഞത് ഖുതുബ നിസ്കാരത്തിൽ പെട്ടത് അല്ല, അതുകൊണ്ട് അത് പരിഭാഷപ്പെടുത്തുന്നതിന് വിരോധമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ പലതും തോന്നും. ഈ തോന്നല് പിടിച്ചു കെട്ടാനുള്ള മരുന്നൊന്നും SGVയിൽ വിതരണം ചെയ്യണില്ല. പലർക്കും അങ്ങനെ പലതും തോന്നിയിട്ടുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ട്, തോന്നൽ തുടരുന്നുണ്ട്, അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്ന അതല്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താ? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട ആരാധനയായ ജുമുഅ നിസ്കാരം, അതിന്റെ മുഖദ്ദിമയായി നടത്തുന്ന ഖുതുബ, ആ ഖുതുബക്ക് അറബി അല്ലാത്ത ഭാഷയിൽ നിർവഹിക്കാൻ തെളിവുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്.
മനസ്സിലായോ? അതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിങ്ങളെ കയ്യിൽ അതിന് തെളിവുണ്ടോ? അറബിയല്ലാത്ത ഭാഷയിൽ നിങ്ങൾ ഖുതുബ നിർവഹിച്ചോളൂ എന്ന് റസൂലുള്ളാഹി തങ്ങളെ അനുവദിച്ച ഒരു തെളിവ്, അല്ലെങ്കിൽ 1300 കൊല്ലക്കാലത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ അറബിയല്ല ഭാഷ എവിടെ രൂപം നിർത്തപ്പെട്ട ചരിത്രപരമായ തെളിവ്, ഏതെങ്കിലും ഒരു തെളിവ് നിങ്ങൾ പറയണ്ടേ. അല്ലാതെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവുമോ? അങ്ങനെ പലർക്കും പലതും തോന്നുന്നുണ്ട്. അപ്പൊ നമ്മളെ ചർച്ച ഖുതുബയാണ്. ആ ഖുതുബക്ക് അറബിയല്ലാത്ത ഭാഷയിൽ അത് നിർവഹിക്കണതിന് വിരോധമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറഞ്ഞു, തോന്നിയതുകൊണ്ട് കാര്യമില്ല. ഇതിന് തെളിവുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പറയും. ഞാൻ പറഞ്ഞിരുന്നു നമസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർള് നിയ്യത്ത് തന്നെ നിങ്ങൾ പരിഭാഷ ചെയ്യുന്നുണ്ടെന്ന്. അതിന്റെ തെളിവ് ഇങ്ങോട്ട് പറഞ്ഞോളൂ. റസൂലുള്ളാഹിയോ സഹാബികളോ എപ്പോഴെങ്കിലും മലയാളത്തിൽ നിയ്യത്ത് വെച്ചിട്ടുണ്ടോ? ലോറിന്റെ 4 റക്അത്ത് നമസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഇമാമോട് കൂടി പിന്നെ ഖിബ്ലക്ക് മുന്നിട്ട് കൊണ്ട് ഞാൻ ഇതാ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വായ കൊണ്ട് പറഞ്ഞുകൊണ്ട് വെച്ച് കഴിഞ്ഞാലും നിയ്യത്ത് വെച്ചാലും നമസ്കാരം സഹിയാകുമെന്നല്ലേ നിങ്ങളുടെ വാദം? എന്നാൽ ആ നിയ്യത്തിന്റെയും പുറത്തല്ലേ, നിയ്യത്ത് നടക്കുന്നതിന്റെയും മുമ്പേ അല്ലേ ഖുതുബ നടക്കുന്നത്. ആ ഖുതുബ നിങ്ങൾക്ക് പരിഭാഷ ചെയ്യാൻ പറ്റൂല. എന്നാൽ നമസ്കാരത്തിൽപ്പെട്ട നമസ്കാരത്തോടനുബന്ധിച്ച് നടത്തുന്ന നിയ്യത്ത് നിങ്ങൾക്ക് പരിഭാഷ ചെയ്യാൻ പറ്റും. ആ വ്യത്യാസത്തിന്റെ മാനദണ്ഡം ഒന്ന് മൈക്കെടുത്ത് പറയും. അല്ലാഹ്, വലിയ ചോദ്യമാണ്. അടുത്ത കാലത്ത് ഏതോ ഒരു പുതിയ മൗലവി നന്നായി ക്ലാസ് എന്ന് വിട്ടതാണ് എന്നറിയാം. പക്ഷെ അങ്ങേ അറ്റത്തെ പൊട്ടത്തലാണ്, മറക്കണ്ട. എന്താ കാര്യങ്ങള്? നിയ്യത്ത് പരിഭാഷപ്പെടുത്താൻ പറ്റിയതല്ല സുഹൃത്തെ. നാവോണ്ടൊരു നിയ്യത്തുണ്ടോ? പിന്നെ സലാം സുല്ലമി പണ്ട് പറഞ്ഞിരുന്നത് മയ്യത്തുണ്ടാവുമ്പോ നാവ് കൊണ്ട് പതുക്കെ ഓർക്കാവുന്നതാണ്. അങ്ങനെ നാവ് കൊണ്ട് ഓർക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ നിയ്യത്ത് എന്താക്കാം, നാവ് കൊണ്ട് വെക്ക, അതിന് വിരോധം ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് നിയ്യത്ത് എന്ന് പറഞ്ഞ സാധനം കൽബ് കൊണ്ടാണ്, അതിന് ഭാഷ അല്ല. മനസ്സിലാക്കിക്കോളൂ. മനസ്സിൽ കരുതലാണ് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റുക്കിന്, നാവുകൊണ്ട് ഉച്ചരിക്കലല്ല. നിങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ റുക്കിനെ നിങ്ങൾക്ക് പിന്നെ മലയാളത്തിലാക്കാന്ന റുക്കിനിന് ഒന്നാമത്തെ റുക്കിനിന് ഭാഷയില്ല. അത് നിയ്യത്താണ്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതലാണ്. മനസ്സിൽ കരുതുന്നതിന് ഭാഷ അല്ല. ഇവിടെ ഏത് ഭാഷക്കാരനും ഒരു വിഷയം മനസ്സിൽ കരുതൽ ഒരേ മായില്ല. മനസ്സിലായോ? അല്ലാതെ മനസ്സിലൊരു വിഷയം കൊണ്ടുവരല് എല്ലാ ഭാഷക്കാരും ഒരേ മാതിരിയാ. ഭാഷക്കനുസരിച്ച് മനസ്സിൽ കൊണ്ടുവരുന്ന വിഷയം ഇങ്ങനെ മാറൂല. അപ്പൊ നിയ്യത്തിന് ഭാഷ അല്ല. അവിടെ തന്നെ നിങ്ങളെ ഒരു പുതിയ ഖിയാസ് ഉണ്ടല്ലോ. ഏത് നിക്കാരം വരെ മലയാളത്തിലാക്കാന്നവര് പറയുന്നുണ്ട്. കണ്ടോ, നിയ്യത്ത് മലയാളത്തിലാക്കാന്നല്ലേ എന്ന് പറയുന്നത് മഹാ പൊട്ടത്തരാണ്. അതിന്റെ മറുപടിയേക്കാം. മൈക്കെടുത്തു. ഹലോ. അപ്പോ മൗലവി ക്ലാസ് തന്നിട്ടുണ്ട്. ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ മൗലവിമാരും മുസ്ലിംമാരും പറയുന്ന ക്ലാസ്സുകളിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ എനിക്ക് നേരിട്ട് വഹിയൊന്നും ഇറങ്ങുന്നില്ല. ഇതാണ് ഒന്നാമത്തെ വാദത്തിനുള്ള മറുപടി. രണ്ടാമത് താങ്കൾ ഇവിടെ അംഗീകരിക്കുകയുണ്ടായി നിയ്യത്തിന് ഭാഷയില്ല, അത് മനസ്സിലാണ് എന്ന്. അത് മുജാഹിദിന്റെ വാദമാണ്, നിങ്ങളുടെ വാദം അതല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദമാണ് നിയ്യത്ത് മനസ്സിൽ മാത്രമേ പാടുള്ളൂ, വായ കൊണ്ട് പറയാൻ പാടില്ല എന്നത്. നിങ്ങളുടെ വാദം അതല്ല. നിങ്ങളുടെ വാദം മനസ്സിൽ വെക്കുന്നതോടൊപ്പം നാവ് കൊണ്ട് പറയൽ സുന്നത്താണ് എന്നതാണ്. ആ സുന്നത്താണ് എന്ന വാദത്തിനുള്ള തെളിവാണ് ഞാൻ ചോദിച്ചത്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മലയാളത്തിലോ ഏതെങ്കിലും ഇതര ഭാഷകളിലോ നാവ് കൊണ്ട് പറയുകയും മനസ്സിൽ ഭാഷ ഇല്ലാത്ത രൂപത്തിൽ മനസ്സിൽ നിയ്യത്ത് വെക്കുകയും ചെയ്ത സംഭവത്തിൽ നിങ്ങൾ തെളിവ് തരേണ്ടതില്ലേ? കാരണം അതല്ലേ നിങ്ങൾ നേരത്തെ എന്നോട് ചോദിച്ച തെളിവ്. ഖുതുബക്ക് മലയാളത്തിൽ പരിഭാഷ നിർവഹിച്ച വല്ല തെളിവും ചരിത്രത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം അതേ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ തരികയാണ്. അപ്പോ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദമാണ് നിയ്യത്തിന് ഭാഷയില്ല എന്നത്. നിങ്ങളുടെ വാദം അതല്ല. മദ്രസ പാഠപുസ്തകങ്ങളിൽ പോലും നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് വായ കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്താണ് എന്നാണ്. നിങ്ങളുടെ മുസ്ലിംമാർ അത് പല പ്രസംഗങ്ങളിലും പല ക്ലാസ്സുകളിലും പറയുന്നതും നിങ്ങളെല്ലാം അംഗീകരിക്കുന്നതുമാണ്. ഇപ്പൊ നിങ്ങൾ ഏതായാലും മാറിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നല്ല കാര്യം തന്നെ. അതുകൊണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾ അതിന് തെളിവ് തരിക, ഒന്നുകൂടി ഒന്ന് പ്രഖ്യാപിക്കുക. നിങ്ങൾ ആ വാദം ഒഴിവാക്കിയിട്ടുണ്ടോ? ഭാഷ നിയ്യത്ത് മനസ്സിൽ മാത്രമേ പാടുള്ളൂ എന്ന നിലയിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നിട്ടുണ്ടോ? എങ്കിൽ നമ്മൾക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. അല്ലാഹ്, പൊന്നാര ജമാൽ കൊടുവള്ളി, നിങ്ങൾക്ക് പ്രഖ്യാപിപ്പിക്കാനുള്ളൊരു ഒരു തിടുക്കം എന്താണ്? നിങ്ങൾ ഒന്ന് ആദ്യം ഒന്ന് കൂള് ആകുക കേട്ടാ. ഒന്ന് കൂളായിട്ട് ആ ചൂടൊക്കെ ഒന്ന് വിട്ടിട്ട് ഒന്ന് മനസ്സൊക്കെ ഒന്ന് തുറന്ന് വെച്ചിട്ട് നല്ല നിലക്ക് നല്ല നെയ്യത്തോടെ ഇതിന് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കണം എന്നുള്ള
ഒരു ലാതിരിന്റെ മനസ്സോടെ നിങ്ങളൊന്ന് ഈ ചർച്ച ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. അള്ളാഹു തആല നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് തരട്ടെ എന്ന് ഞാൻ ആദ്യമായി ദ്വാരക്കാണ്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞപ്പോ നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ എന്തൊക്കെയുണ്ട് മനസ്സിലാക്കി. ഞാൻ എന്താ പറഞ്ഞത്? നിയ്യത്ത് നാവ് കൊണ്ട് ഉച്ചരിക്കാൻ കഴിയില്ല എന്നാ. മനസ്സ് കരുതുന്നതിനാണ് നിയ്യത്ത് എന്ന് പേര്. മറ്റേത് നിങ്ങൾ എന്താ പഠിച്ചത്? നോക്കി, കിതാബിന്റെ ഇബാറത്ത് വായിച്ചു നോക്കി. നിയ്യത്ത് ഉച്ചരിക്കാൻ ഒറ്റ കിതാബിലും കാണൂല. പിന്നെന്താ? മൻവിയ്യ ബിഹി ഉച്ചരിക്കുക എന്നാണ് കിതാബ് കാണുക. ആണോ? അൻതുഖു ബിൽ മൻവിയ്യ ബിഹ. മൻവിയ്യ ബിഹ ഉച്ചരിക്കലാണ് സുന്നത്ത്, അല്ലാതെ നിയ്യത്തല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത? അതെന്തിനാണ് അങ്ങനെ പറയുന്നത്? അതെന്തിനാ അങ്ങനെ പറയുന്നത്? അതങ്ങനെ പറയണത് അവിടെ നോക്കിക്കോ. ലിൽ ഇത്തിബായിന്ന് കിതാബ് കാണൂല. നിങ്ങളെ ഇനി ഫിഖ്ഹ് പഠിച്ചിക്കണോ? അതാ ഞാൻ പറഞ്ഞ മൗലവിമാരെടുത്തുനിന്ന് ക്ലാസ് കേട്ടിട്ടാ പഠിച്ചത്. അതന്നെയാണ് ഇതിന്റെയൊക്കെ അബദ്ധം. അത് തന്നെയാണ് ഇതിന്റെയൊക്കെ അബദ്ധം. ലിൽ ഇത്തിബായി നല്ല കിതാബ് കാണുക. ലി യുസാഇദൽ ലിസാനുൽ ഖൽബ എന്നാണ്. അതിന്റെ അർത്ഥം മനസ്സിലായെങ്കിൽ അപ്പോ അതുകൊണ്ടാണ് സുന്നത്തായത്. ഒരു കാര്യം സുന്നത്താകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യണം എന്നൊരു വാദം മുസ്ലിം ഉമ്മത്തിന് എവിടെയില്ല. പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ പിന്തുണ അതിനുണ്ടായാൽ മതി. മനസ്സിലായോ? ഏതാണ് പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാല് ചെയ്താൽ മാത്രമേ സുന്നത്താവുള്ളൂ. അങ്ങനെ ഒരു വാദം മുസ്ലിം ഉമ്മത്തിനില്ല, എവിടെയില്ല. അപ്പൊ നിയ്യത്ത് ഉച്ചരിക്കുക എന്നുള്ളതല്ല, കരുതപ്പെടുന്ന അല്ല. കട്ടുണ്ടോ? അങ്ങനെ ഒരു തകരാറ് എനിക്ക് ഉണ്ട്. എന്റെ നെറ്റ് ചെറിയ പ്രശ്നമാണ് കൊടുവള്ളി. അത് ക്ഷമിക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. കട്ടുകൊണ്ട് കേൾക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ഞാനത് ആവർത്തിച്ച് പറയും. 3G നെറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ അറിയില്ല, കുറച്ച് ദിവസമായി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താ പറഞ്ഞത്? ഇവിടെ കരുതുക എന്നത് ഒന്ന് വേറെ, നാവ് കൊണ്ട് പറയുക എന്നതൊന്ന് വേറെ. നിയ്യത്ത് ഒരിക്കലും കരുതൂല. അപ്പൊ നിയ്യത്ത് പിന്നെ കരുതല് മാത്രമാണ് എന്ന് ഞങ്ങളാണ് പറയണമെന്നല്ല. അതെല്ലാരും പറഞ്ഞത്. അത് അറബി ഭാഷ തിരുന്നവർക്ക് അങ്ങനെ പറയേ നിവർത്തിയുള്ളൂ. നിയ്യത്ത് കൽബ് കൊണ്ടേ നടക്കൂ. പക്ഷെ കൽബ് കൊണ്ടുള്ള നിയ്യത്തിനെ സഹായിക്കാൻ നാവ് കൊണ്ട് ഉച്ചരിക്കൽ സുന്നത്തുണ്ട് എന്നാണ് പറഞ്ഞത്. നാവ് കൊണ്ട് ഉച്ചരിക്കൽ നിയ്യത്തല്ല. അതാ ഞാൻ പറഞ്ഞത്. നാവ് കൊണ്ട് ഉച്ചരിക്കണേന് നിങ്ങൾ നേരത്തെ നിയ്യത്ത് എന്ന് പറഞ്ഞു. അത് നിയ്യത്തല്ല എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ അത് റസൂലുള്ളാഹി നിർവഹിച്ചിട്ടുണ്ടോ? ഏത് ഭാഷയിലാണ് നിർവഹിച്ചതെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. നബിതങ്ങൾ നിർവഹിച്ച ഒരു കാര്യമാണെങ്കിൽ അവിടെ ലിൽ ഇത്തിബായി എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിഅല് അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ലിൽ ഇത്തിബായി എന്ന് പറഞ്ഞാല് അതേ സ്ഥാനത്ത് ഫീൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം സുന്നത്താവൂ? അല്ല. ഒരു കാര്യം സുന്നത്താകാൻ പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നനുസരിച്ച് അത് ദീനുൽ ഇസ്ലാമിൽ പ്രേരിപ്പിക്കപ്പെട്ട സംഗതിയായാൽ അത് സുന്നത്താകാൻ അതാ പണി. അപ്പൊ ലിൽ ഇത്തിബായി എന്നാണോ പറഞ്ഞത്? അതിന്റെ അർത്ഥം റസൂലുള്ളാഹി തങ്ങളുടെ ഫീൽ അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് സുന്നത്തായത് എന്നാ. ഖുതുബന്റെ അവിടെയൊക്കെ ഖുതുബ നിർബന്ധം എന്നുള്ളവർക്ക് എന്താ കാരണം പറഞ്ഞത്? അവിടെ ലിൽ ഇത്തിബായി എന്നാ കാരണം പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? അത് ഇത്തിബാ ആണ്. കാരണം റസൂലുള്ളാഹിന്റെ ഫീൽ അവിടെ ഉണ്ട്. ഇവിടെ അതല്ല ഫിഖ്ഹിന് കാരണം പറഞ്ഞത്. ലിയുസാഇദൽ ലിസാനുൽ ഖൽബ എന്നാണ് കാരണം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ടിന്റെയും പ്രമാണം രണ്ടാണ്. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ അത് ലിസാഇദൽ ലിസാനുൽ ഖൽബ എന്ന് പറഞ്ഞാൽ ആ നാവ് കൊണ്ട് ഉച്ചരിക്കുന്നത് മനസ്സിൽ കരുതാൻ എളുപ്പം കിട്ടാൻ വേണ്ടിയാണ് എന്നാണ് ആ പറയുന്ന അർത്ഥം. അതുകൊണ്ടാണ് അക്കാര്യം സുന്നത്തായത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തെങ്കിലേ ഒരു കാര്യം സുന്നത്താകൂ എന്ന് മനസ്സിലാക്കണ്ട. സുന്നത്തിന് 3 അർത്ഥങ്ങളുണ്ട് എന്നെങ്കിലും ചുരുങ്ങിയത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോ നിയ്യത്തിനൊരു സുഖം കിട്ടാൻ വേണ്ടി നിങ്ങൾക്കത് നാവ് കൊണ്ട് പറയൽ സുന്നത്താണെങ്കിൽ എന്തുകൊണ്ട് ഖുതുബ അത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മലയാളത്തിലാക്കിക്കൂടാ? കാരണം ഖുതുബയെ പറ്റി റസൂലുള്ളാഹിന്റെ ഖുതുബയെ പറ്റി പറഞ്ഞത് കാന യഖ്റഉ ആയാത്തു മിനൽ ഖുർആനി വയുദക്കിറു നാസ്. ഖുർആനിൽ നിന്ന് ആയത്തുകൾ പാരായണം ചെയ്യുകയും ആളുകളെ ഉത്ബോധനം ചെയ്യുകയും ചെയ്യാറായിരുന്നു റസൂലുള്ളാഹിന്റെ ഖുതുബ. അതല്ലേ ഖുതുബയുടെ ഉദ്ദേശം തന്നെ. ഖുതുബ ജനങ്ങൾക്കുള്ളൊരു ഉത്ബോധനമല്ലേ, പ്രബോധനമല്ലേ? അപ്പോ നിയ്യത്തിന്റെ വിഷയത്തിൽ ആ ന്യായീകരണം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഖുതുബയുടെ വിഷയത്തിൽ സ്വീകാര്യമാകുന്നില്ല? നിയ്യത്തിന്റെ വിഷയത്തിൽ റസൂലുള്ള ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവർത്തനം നിങ്ങൾ അവിടെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അത് വിദഗ്ധാണ്, അല്ല എന്നല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു ന്യായീകരണം എന്തുകൊണ്ട് ഖുതുബയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് സ്വീകാര്യമല്ല?
ഇവിടെ നമുക്ക് രണ്ട് വിഷയത്തെ ചർച്ച ചെയ്യേണ്ടി വന്നു. ഒന്ന്, നിയ്യത്തിന്റെ കൂടെ മലയാളത്തിൽ ഉച്ചരിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഭാഷയിലാകട്ടെ കരുതുന്നതിന് എളുപ്പം കിട്ടാൻ വേണ്ടി ഉച്ചരിക്കുന്നത് ബിദ്അത്താണ് എന്ന് നിങ്ങൾ പറഞ്ഞു. ഞാൻ അതിന്റെ പിന്നാലെ കൂടിയാൽ നമ്മളെ ചർച്ച ഇപ്പൊ സുന്നത്ത് എന്താണ് ബിദ്അത്ത് എന്താണ് എന്നിടത്തേക്ക് വരും. അതുകൊണ്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ വന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ചർച്ച ചെയ്യണം. ഇന്ന് നമ്മൾ ഖുതുബ ഒന്ന് തീരുമാനാക്കുക, തുടങ്ങിയത് തീരുമാനാക്കുക. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതൊരു മണ്ടത്തരാണ്. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊരു കാര്യം ചെയ്തില്ല ചിട്ടത് ബിദ്അത്താവും എന്ന വഹാബിസത്തിന്റെ നേരെ പിഴച്ച ഉസൂലിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ആ കാര്യം പറയുന്നത്. അതുകൊണ്ട് എന്താണ് ബിദ്അത്ത് എന്നൊന്ന് നമുക്ക് തീരുമാനിക്കേണ്ടതുണ്ട്. പക്ഷെ ഞാനിപ്പോ അതിന് സമയം എടുക്കണില്ല. അതിന് സമയം എടുത്താൽ നമ്മൾ തുടങ്ങിയ ഖുതുബ പിടുത്തം വിടും. ഹലോ, കേൾക്കുന്നുണ്ട്? എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് ഓരോ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് അടിച്ചാലേ ഞാൻ എപ്പോഴാ കട്ടാകാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അതൊന്ന് അടിക്കാൻ ഇടക്കിടക്ക്. അപ്പോ നിങ്ങളിപ്പോ പറഞ്ഞെന്താ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബി അല്ലാത്ത ഭാഷയിൽ ഓതിയിട്ടില്ലെങ്കിലും നിയ്യത്തിന്റെ മുമ്പ് നിങ്ങൾ അങ്ങനെ റസൂലുള്ള ചെയ്യാത്തൊരു കാര്യം ചെയ്യണ്ടല്ലോ, ആ ഒരു മനസ്സ് നിങ്ങൾക്ക് ഖുതുബയിലും കാണിച്ചൂടെ എന്നാണ് നിങ്ങൾ ഈ ചോദിക്കണത്, അല്ലെ? നല്ല ചോദ്യം. അതിന്റെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു. ഖുതുബന്റെ തെളിവ് ലിൽ ഇത്തിബാഴി എന്നാണ് മൗലവി. ഖുതുബന്റെ തെളിവ്, ഖുതുബ വന്നതന്നെ എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റാനാ. ഖുതുബ വേണം എന്ന് എവിടുന്നാ തെളിവിട്ടി? ഞങ്ങൾക്ക് നിസ്കരിക്കണതിന്റെ മുമ്പ് 2 ഖുതുബ നടത്തണം. അതിന് എവിടുന്ന് തെളിവിട്ടി? ലിൽ ഇത്തിബാഴി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റാനാണ്. എന്തൊക്കെ വിഷയത്തിൽ അല്ലാഹു റസൂലിനെ പിൻപറ്റണം? ഖുതുബ വേണം എന്ന വിഷയത്തിൽ റസൂലുള്ളാഹിനെ പിൻപറ്റണം. 2 ഖുതുബയാകണം എന്ന വിഷയത്തിൽ റസൂലുള്ളാഹിനെ പിൻപറ്റണം. ഖുതുബയിൽ ഇന്ന കാര്യങ്ങളൊക്കെ വരണം എന്ന വിഷയത്തിൽ റസൂലുള്ളാഹിനെ പിൻപറ്റണം. ഖുതുബയുടെ സമയം ഇന്നതായിരിക്കണം എന്ന വിഷയത്തിൽ റസൂലുള്ളാഹിനെ പിൻപറ്റണം. ദിവസം ഇന്നതായിരിക്കണം എന്ന വിഷയത്തിൽ റസൂലുള്ളാഹിനെ പിൻപറ്റണം. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ മുമ്പായിരിക്കണം എന്ന വിഷയത്തിൽ റസൂലുള്ളാഹിനെ പിൻപറ്റണം. മാത്രമല്ല ഓതുന്ന ആൾ പുരുഷനായിരിക്കണം എന്ന വിഷയത്തിൽ റസൂലുള്ളാഹിനെ പിൻപറ്റണം. ഖുതുബ ഓതുന്ന സമയത്ത് വുളു ഉണ്ടാകണം എന്ന വിഷയത്തിൽ റസൂലുള്ളാഹിനെ പിൻപറ്റണം. മാത്രമല്ല ഔറത്ത് മറച്ചുകൊണ്ടാകണം എന്ന വിഷയത്തിൽ റസൂലുള്ളാഹിനെ പിൻപറ്റണം. ഖുതുബയുടെ ഭാഷ അറബിയാകണം എന്ന വിഷയത്തിലും റസൂലുള്ളാഹിനെ പിൻപറ്റണം. 10 കാര്യം ഞാനിവിടെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ എന്താ? 9ലും പിൻപറ്റണം, ഭാഷന്റെ കാര്യത്തിൽ മാത്രം പിൻപറ്റണ്ട. അതെന്താണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇപ്പൊക്കെ മനസ്സിലായോ? 2 എവിടെ? ഖുതുബ ഓതണം എന്ന് തന്നെ ലിൽ ഇത്തിബായിയാണ്. ഇത്തിബായി എന്താ? നിബിതങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. എങ്ങനെ ചെയ്തു? ഞാൻ 10 കാര്യത്തിന്റെ ഓർമ്മയെന്ന് എടുത്ത് എണ്ണി പറഞ്ഞു. ഈ 10 കാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരു ഖുതുബയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അതിൽ 10ലും അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ പറയുന്നത് 9ലും പിൻപറ്റണം, 10ാമത്തെ ഭാഷയിൽ മാത്രം പിൻപറ്റണ്ട. അതിന്റെ ന്യായം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ നിങ്ങള് ഉസ്താദ് 10 കാര്യങ്ങളാണ് എണ്ണിയത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം എണ്ണാൻ മറന്നുപോയി. ഞാൻ അതും കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു തരാം. അതെന്താണ്? പദങ്ങളുടെ വിഷയത്തിലും ഇത്തിബാഉണ്ട് ഇസ്ലാമില്. റസൂലുള്ള നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാങ്ക് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാങ്കിന്റെ പദങ്ങൾ നമ്മൾ ആ വിഷയത്തിലും ഇത്തിബാഉണ്ട്. ഹയ്യാല സ്വല എന്ന് പറയേണ്ടതിന് പകരം ഹയ്യാല സ്വല എന്ന് തന്നെ പറയണം. എന്നാൽ ഭാഷ മാറാതെ പദങ്ങൾ മാറ്റിയാലോ തആലു ഇല സ്വല എന്ന് പറഞ്ഞാലോ നമസ്കാരം സഹിയാവുകയില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് തന്നെ ഖുർആനിലുണ്ട്. അത് തന്നെ പറയണം. നഅ്ബുദുക വ നസ്തഈനുക എന്ന് ഭാഷ മാറ്റാതെ പദങ്ങൾ മാറ്റി പറഞ്ഞാലോ നമസ്കാരം സഹിയാവുകയില്ല. ഇതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഖുത്ബയുടെ വിഷയത്തിൽ സ്വീകാര്യമാവുകയില്ല? അത് നിങ്ങൾക്ക് ഖുത്ബയുടെ പദങ്ങളുടെ വിഷയത്തിലുള്ള റസൂലുള്ളാഹിന്റെ ഇത്തിബാ നിങ്ങൾക്ക് ഖുത്ബയുടെ വിഷയത്തിൽ സ്വീകാര്യമാക്കാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. കാരണം റസൂലുള്ളാഹിന്റെ ഒരു ഖുത്ബ പോലും ചരിത്രത്തിൽ എവിടെയും തുടക്കം മുതൽ ഒടുക്കം വരെ എഴുതപ്പെട്ടിട്ടില്ല എന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ഖുത്ബയുടെ വിഷയത്തിൽ പദങ്ങളുടെ ഇത്തിബാ ഇല്ലെങ്കിൽ പിന്നെ ഭാഷയുടെ ഇത്തിബാവിന് അവിടെ എന്ത് പ്രസക്തി? പദങ്ങളുടെ വിഷയമല്ലേ പ്രാമുഖ്യം നൽകേണ്ടത്? അതുകൊണ്ട് നിങ്ങൾ നിർവഹിക്കുന്ന നിങ്ങളുടെ പള്ളികൾ നിർവഹിക്കുന്ന ഖുതുബകളെല്ലാം തന്നെ നബാത്തി ഖുതുബ എന്ന പേരിലുള്ള ഈജിപ്തിലുള്ള ഇബ്നു റമാത്തുൽ മിസ്രിയ എന്ന പണ്ഡിതന്റെ ഖുതുബകളാണ്. അദ്ദേഹത്തെയാണ് ആ പദങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ഇത്തിബാ ചെയ്യുന്നത് എന്ന് ചുരുക്കം. അപ്പോ പദങ്ങളുടെ വിഷയത്തിൽ ഇത്തിബാ ഇല്ലെങ്കിൽ പിന്നെ ഭാഷയ്ക്ക് പ്രസക്തിയില്ല എന്ന് ഞാൻ പറയുന്നത് ആ ഒരു അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ നിലപാടെന്താണ്? നിങ്ങൾക്ക് പദങ്ങളുടെ വിഷയത്തിൽ ഇത്തിബാ വേണോ വേണ്ടേ? ഇസ്ലാമിലെ പൊതുവായിട്ടുള്ള കർമ്മങ്ങളെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ജമാലിന്റെ ഇജ്തിഹാദ് കുഴപ്പമില്ല.
പക്ഷെ ആകെ പഴിച്ച്. ഇരിക്കാതെ കുഴപ്പമില്ല, പക്ഷെ എന്തായി, ഒന്നും പറ്റില്ല, തല പോയിട്ടുള്ളൂ പറഞ്ഞില്ല. കോലത്തെ ഇത്തിഹാദ് ചെയ്തപ്പോ എന്താ കാര്യം? ഭാഷന്റെ വിഷയത്തിൽ മാത്രമേ ഇത്തിബാവ് വേണ്ടുള്ളൂ, പദത്തിന്റെ വിഷയത്തിൽ ഇത്തിബാവ് വേണ്ടേന്നാണ് നിങ്ങൾ ചോദിക്കണം. കേട്ടോളൂ മറുപടി. ഇസ്ലാമില് പദത്തിന്റെ വിഷയത്തിൽ ഇത്തിബാവ് വേണ്ടതും വേണ്ടാത്തതും ഉണ്ട്. ഖുതുബക്കത് വേണ്ട. എന്തുകൊണ്ട് വേണ്ട? നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒറ്റ ഖുതുബയും ആദ്യം മുതൽ അവസാനം വരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പദത്തിന്റെ വിഷയത്തിൽ ഇത്തിബാഅ് വേണ്ടതായിരുന്നുവെങ്കിൽ അത്തഹിയ്യാത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ രേഖപ്പെടുത്തിയതുപോലെ ഖുതുബയും രേഖപ്പെടുത്തുമായിരുന്നു. അതില്ലാത്തപ്പോ മനസ്സിലായി പദത്തിന്റെ വിഷയത്തിൽ ഇത്തിബാഅ് വേണമെന്നില്ല. ഞങ്ങൾ പറഞ്ഞു നിസ്കാരത്തിൽ പദത്തിന്റെ വിഷയത്തിൽ ഇത്തിബാഅ് വേണം. അങ്ങനല്ല, നിസ്കാരത്തിൽ പദത്തിന്റെ വിഷയത്തിൽ ഇത്തിബാഅ് വേണ്ടതും വേണ്ടാത്തതും ഉണ്ട്. എങ്ങനെ? ഒരാൾ അത്തഹിയ്യാത്തിൽ ദ്വാരക്കാണ്, ഇന്നതേ ദ്വാരുന്നുകൊണ്ടൊന്നും നിർബന്ധമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ദ്വാരുന്നാൽ വളരെ നന്ന്, അല്ലാത്തത് ദ്വാരുന്നാൽ നിസ്കാരം കേടിരുന്നു, ആരും എവിടെയും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? അപ്പോ നിസ്കാരത്തിലെ എല്ലാ ഭാഗവും പദത്തിന്റെ വിഷയത്തിൽ ഇത്തിബാഅ് വേണമെന്നില്ല. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ പദത്തിന്റെ വിഷയത്തിൽ ഇത്തിബാഅ് വേണം. അള്ളാഹുവിന്റെ റസൂല് അദ്കാറായി പ്രത്യേകം പഠിപ്പിച്ച കാര്യങ്ങൾ ചെല്ലുമ്പോ പദത്തിന്റെ വിഷയത്തിൽ ഇത്തിബാഅ് വേണം. അതേ സമയത്ത് അത്തരം സന്ദർഭങ്ങളിൽ തന്നെ പദം മാറ്റി മറ്റൊന്ന് ചൊല്ലി എന്ന കാരണം കൊണ്ട് പ്രത്യേകം പഠില്ല. അതിന്റെ കാരണം എന്താണ്? അങ്ങനെ ഇത്തിബാഅ് വേണ്ടെങ്കിൽ അത്തഹിയ്യാത്ത് ആദ്യം മുതൽ അവസാനം വരെ പഠിപ്പിച്ചതുപോലെ ഖുതുബയും അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ 10 എണ്ണത്തിക്ക് നിങ്ങൾ 11ാമത്തെ ഒന്ന് കൂട്ടി അല്ലെ? ആ ഒന്ന് ബാത്തിലായി, ബാക്കിയുള്ള 10 എണ്ണം നിലക്കുണ്ട്. സുഹൃത്തെ, ഇത്തിബാഅ് വേണ്ട വിഷയം ഞാൻ പറഞ്ഞത് 10, നിങ്ങൾ കൂട്ടിയത് എത്ര? 1. നിങ്ങൾ കൂട്ടിയത് എന്താ? പദത്തിന്റെ വിഷയത്തിലും ഇത്തിബാഅ് വേണം. അതിന് ഞാൻ പറഞ്ഞ മറുപടി എന്താ? വേണ്ട. എന്തുകൊണ്ട് വേണ്ട? പദത്തിന്റെ വിഷയത്തിൽ ഇത്തിബാഅ് നിർബന്ധമായിരുന്നുവെങ്കിൽ പദം ഒന്നും വിട്ടുപോകാതെ ഖുതുബ രേഖപ്പെടുത്തി വെച്ച് പഠിപ്പിക്കുമായിരുന്നു. അപ്പൊ ഇത്തിബാഅ് വേണ്ടാത്തതിന്നു. അപ്പൊ പദം ആകാം, ഭാഷ അറബി തന്നെ. അങ്ങനെ തീരുമാനമായല്ലോ അവസാനം. ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ പറയും, ആയിക്കോട്ടെ. ഞാൻ ആദ്യം വായിച്ച ഈ ഭാരത്തിനെ പറ്റി താങ്കൾ ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ടാമതായിട്ട്, ഇനി അറബി ഒരു ഭാഷ അറബിയിൽ തന്നെ ആയിരിക്കൽ, ഖുതുബ അറബി ഭാഷയിൽ തന്നെ ആയിരിക്കൽ നിർബന്ധമില്ല എന്ന് നിങ്ങളുടെ ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് മൻഹൽ എന്ന ഗ്രന്ഥം, അത് അബൂ ദാവൂദിന്റെ ഷറഹ് ആണ്. അതിൽ പറയുന്നു, ഖൗലുഹു യുദക്കിറു الناس فيه دليل صريح على ان الخطبة وعظ وتذكير للناس وأن النبي صلى الله عليه وسلم كان يعلم أصحابه في خطبته قواعد الإسلام وشرائعها ويأمرهم وينهاهم، وإن كان السامعين أعجميا يترجم بلسانهم فإن أصل التذكير والوعظ لا ഈ പറഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സാമയീന അജമീയങ്ങളായ ആണെങ്കിൽ അത് പരിഭാഷ ചെയ്യപ്പെടാവുന്നതാണ് എന്ന് മൻഹലിൽ തന്നെ പറയുന്നുണ്ട്. ഷാഫി മദ്ഹബിലെ ഗ്രന്ഥമാണ്. വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇത് സമാനമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഖുതുബയുടെ റുക്നുകൾ മാത്രം അറബിയിൽ ആക്കിക്കൊണ്ട് മറ്റുള്ളവ അനറബി ഭാഷയിൽ നിർവഹിക്കാമോ, ഇനി ആ റുക്നുകൾ കൂടി മലയാള ഭാഷയിൽ തന്നെ നിർവഹിക്കാൻ പറ്റുമോ എന്ന മേഖലയിലുള്ള ചർച്ച മാത്രമേ ഷാഫി മദ്ഹബിൽ പോലും നടക്കുന്നുള്ളൂ. അതല്ലാതെ അതിന്റെ എല്ലാ അനുബന്ധ ഭാഗങ്ങളും അറബി ഭാഷയിൽ തന്നെ ആയിരിക്കണം എന്ന വാദം ഷാഫി മദ്ഹബിന് പോലും ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇബാറത്ത് വായിക്കുക. ജമാലിന്റെ ഒരു ആവേശം. പൊന്നു സുഹൃത്തെ, ഇപ്പൊ നിങ്ങൾ മൈക്കെടുത്തിട്ട് എന്താ പറയുക? ഞാൻ ആദ്യം ഒരു ഇബാറത്ത് വായിച്ചില്ല, അതിന് നിങ്ങൾ ഇതുവരെ തൊട്ടിട്ടില്ല അല്ലേ? അതിന് നിങ്ങൾ ഇബാറത്ത് വായിച്ചിട്ട് കുറെ നേരമല്ലേ? കഴിഞ്ഞ 2-3 അവസരത്തിൽ എന്താ തൊടാത്ത വർത്താനം പറയാതിരുന്നത്? ഞാൻ ഇപ്പൊ ഇതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് കുറിക്ക് കൊണ്ട വിഷയമാണ്. നമ്മളൊരു ചർച്ച നല്ലൊരു പോയിന്റിൽ ഇങ്ങനെ എത്തിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ്, ഞാൻ ആദ്യം പറഞ്ഞ ഈ വാർത്തയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാനത് പറയാത്തത് അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട സംഗതി അല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾ മനസ്സിലാക്കണം. ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കട്ടെ. ഈ വാർത്ത ഞാൻ വായിച്ചു തരാം, അർത്ഥം ഞാൻ പറഞ്ഞുതരാം, എന്താണ് പറഞ്ഞതെന്ന് വിശദീകരിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ എവിടേക്കെത്തി?
ഇപ്പൊ നമ്മൾ ഖുതുബമ്മ ഒതുങ്ങിക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് ഞാൻ അയിമ തന്നെ പിടിക്കണത്. നിസ്കാരമല്ല ഖുതുബ. ആ ഖുതുബന്റെ ഭാഷ അറബിയാകണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞാൻ നേരത്തെ അതിന് തെളിവ് പറഞ്ഞു. 10 വിഷയത്തിൽ ഇത്തിബാഗ് വേണം, അതിൽ 9ലും ഇത്തിബാഗ് വേണം എന്ന് നിങ്ങൾ പറയുന്നത്. 10ാമത്തേൽ ഇത്തിബാഗ് വേണ്ട നിങ്ങൾ പറയണ കാരണം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതിന് നിങ്ങൾ മറുപടി പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. നിങ്ങൾ പിന്നെന്താ പറഞ്ഞത്? ഫിഖ്ഹിന്റെ കിതാബുകളിൽ പോലും ഇങ്ങനെ പറയുന്നുണ്ട് എന്നാണ്. ഇൻഷാ അല്ലാഹ് ഫിഖ്ഹിന്റെ കിതാബ് ഓരോന്നെടുത്തോ. ഷാഫിഈ മദ്ഹബിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഖുതുബ മുഴുവനും അറബിയിലാകണമെന്ന് ഇൻഷാ അല്ലാഹ് SGVയിൽ തെളിയിക്കും, അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. തർക്കല്ല, അത് ഫിഖ്ഹിന്റെ കിതാബിലേക്ക് വരട്ടെ. പക്ഷെ നമ്മൾ ചർച്ച ചെയ്ത് എത്തിയൊരു സ്ഥലമുണ്ട്. എന്താ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത സ്ഥലം? ലിൽ ഇത്തിബാഇയാണ് ഖുതുബ അറബിയിലാക്കണം എന്ന് പറഞ്ഞത്. ഇത്തിബാഗ് എത്ര വിഷയത്തിൽ വേണം? ഞാൻ എണ്ണി 10 വിഷയത്തിൽ ഇത്തിബാഗ് എണ്ണി. ഇതിൽ 9 അംഗീകരിക്കുന്നു നിങ്ങൾ, 10ാമത്തെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്താ കാരണം? അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ 11ാമത് മറ്റൊരു വിഷയത്തിലെ ഇത്തിബാഗ് ഇവിടെ ആഡ് ചെയ്തു പറഞ്ഞു. അതിൽ ഇത്തിബാഗ് വേണ്ടതില്ല എന്നത് കാരണസഹിതം ഞാൻ വിശദീകരിക്കുകയും ചെയ്തു. അതോടെ 11ാമത്തത് പോയി, ബാക്കി 10 ഇവിടെ നിലനിൽക്കുന്നു. ആ 10 ഇത്തിബായിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ 9 എടുക്കുന്നത്? എന്തുകൊണ്ടാണ് 1 മാത്രം ഒഴിവാക്കുന്നത്? അതിന്റെ ന്യായമൊന്ന് അറിഞ്ഞാൽ കുഴപ്പമില്ല. മൈക്കെടുത്തിട്ട് ഇനി അതാണ് പറയേണ്ടത്. അത് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഒരു തീരുമാനാക്കിയിട്ട് നമുക്ക് ഫിഖ്ഹിന്റെ കിതാബിലേക്കാണ് കടക്കാം. ഇതൊന്ന് പറഞ്ഞേക്ക്. അതിന് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഭാഷയുടെ ഇത്തിബാഗ് ഖുതുബയിൽ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെയും അതിന്റെ റുക്നുകൾക്ക് മാത്രമേ ഉള്ളൂ. മുജാഹിദ് പള്ളികളിലും റുക്നുകൾ അറബിയിൽ തന്നെയാണ് പറയുന്നത്. റുക്നുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഖുതുബയായി കഴിഞ്ഞു. അതിനുശേഷമുള്ള അനുബന്ധ ഭാഗങ്ങളാണ് പരിഭാഷ ചെയ്യുന്നത്. തന്നെയുമല്ല, അത് ഖുതുബ യുദക്കിറന്നാസ്, ജനങ്ങൾക്കുള്ള പ്രബോധനമാണ്, ഉത്ബോധനമാണ് എന്നെല്ലാം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും പണ്ഡിതന്മാരുടെ ഖൗലുകൾ കൊണ്ടും വളരെ വ്യക്തമാണ്. ജനങ്ങളോടുള്ള ഖിതാബാണത്. അതുകൊണ്ടാണത് ഖുത്ബ എന്ന പേരിൽ പോലും അറിയപ്പെടുന്നത്. ഇതിലപ്പുറം എന്ത് തെളിവാണ്? എല്ലാറ്റിനും പുറമെ റസൂലുള്ളാഹി അത് നിരോധിച്ചിട്ടുമില്ല. അനറബി ഭാഷയിൽ നിർവഹിക്കരുത് എന്ന് നിരോധിച്ചിട്ടുമില്ല. ഇനി അത് ഇത്തിബാവ് വേണമെങ്കിൽ അവിടെ പദങ്ങളുടെ ഇത്തിബാവ് ഇല്ലതാനും. പദങ്ങൾ ജമാൽ സാഹിബ് നമ്മൾ ഓരോന്നോരോ ഇട്ടാതാവും. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത പദങ്ങൾ ഇപ്പൊ ആവശ്യമുള്ള ഒന്നായിരുന്നെങ്കിൽ പദാനുപദം ഖുതുബ പഠിപ്പിക്കുമായിരുന്നു. ഹലോ, മൈക്ക് പോയോ? കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? അത് ശരി. അവിടെ പറയും ഇന്റെ അടുത്ത് മൈക്കെത്തിയിട്ട് നേരത്തിലായി. ജമാൽ സാഹിബ് നിങ്ങൾ ശ്രദ്ധിക്ക്. നിങ്ങളിപ്പോ എവിടെയുള്ളത്? നിങ്ങൾ പറഞ്ഞ് പദത്തിൽ ഇത്തിബാ ഇല്ലാന്ന് നേരത്തെ തന്നെ വന്നില്ലേ? പദത്തിൽ ഇത്തിബാ ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പദത്തിൽ ഇത്തിബാ ആവശ്യമായിരുന്നെങ്കിൽ ഖുതുബ പദാനുപദം പഠിപ്പിക്കുമായിരുന്നു. കാരണം ഇത്തിബാ ആവശ്യമുള്ള എല്ലാം അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പഠിപ്പിക്കാത്തത് തന്നെ പദത്തിൽ ഇത്തിബാ വേണ്ട എന്നതിന്റെ തെളിവാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനെ കൗണ്ടർ ചെയ്യാത്ത കാലത്തോളം പിന്നെ നിങ്ങൾ പദത്തിൽ ഇത്തിബായില്ലല്ലോ എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. ആ ന്യായം ഞാനിത് പറഞ്ഞതോടുകൂടി പൊളിഞ്ഞു. ഇനി പൊളിയണമെങ്കിൽ ഞാൻ പറഞ്ഞ ന്യായം പൊളിച്ചിട്ട് നിങ്ങളുടെ ഇത് സ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അത് സാധിച്ചിട്ടില്ലല്ലോ. എന്നാ ഇനി പദത്തിലെ ഇത്തിബായിന്റെ വിഷയം കേട്ട് പറയരുത്. ഭാഷയിലെ ഇത്തിബാവ് വേണം. നിങ്ങൾ പറഞ്ഞത് വേണ്ടാന്നാ. ഏതായാലും സന്തോഷമുണ്ട് ഒരു കാര്യത്തില്. അതിന്റെ ഒരു ഉസൂൽ നിങ്ങളിപ്പോ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളെ വയതുകൊണ്ട് കിട്ടിയ മുതലാണത്. എന്താണ് ആ ഉസൂല്? നിങ്ങളിപ്പോ പഠിച്ച ഉസൂൽ എന്താ? റസൂലുള്ളാഹി തങ്ങൾ വേറെ ഭാഷയിലൊന്നും ഖുതുബ നടത്താൻ പാടില്ലെന്ന് വിരോധിച്ചിട്ടില്ലല്ലോ. അവിടേക്ക് നിങ്ങൾ എത്തിയോ? സുബ്ഹാനല്ലാഹ്. ഏത് വിഷയത്തിലായാലും നിങ്ങൾ തെളിവ് വയ്ക്കൽ എന്താ? റസൂലുള്ളാഹി ചെയ്യാൻ പാടില്ല. നിങ്ങൾ നേരത്തെ എന്താ പറഞ്ഞത്? നിസ്കാരത്തിന്റെ മുമ്പ് നിയ്യത്ത് മലയാളത്തിൽ പറയാൻ പാടില്ല, അത് ബിദ്അത്താണ് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലേ? എന്തായാലും നിങ്ങൾ തെളിവ് പറഞ്ഞത്? റസൂലുള്ളാഹി ചെയ്തിട്ടില്ല എന്നാ. അപ്പൊ റസൂലുള്ളാഹി വിരോധിച്ചിട്ടില്ലെങ്കിൽ ചെയ്യാമെന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത്. നമ്മൾ ഈ സംഭാഷണം തുടങ്ങിയതിന്റെ ശേഷം തന്നെ ആദ്യം നിങ്ങൾ പറഞ്ഞത് എന്താണോ അതിന് കടകവിരുദ്ധമായ റസൂലാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ മറക്കണ്ട. മുജാഹിദ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ഏത്? ഇന്നലെ പറഞ്ഞ ഇന്നക്ക് മാറും, ഇന്ന് പറഞ്ഞ് നാളേക്ക് മാറും, രാവിലെ പറഞ്ഞ് വൈകുന്നേരത്തേക്ക് മാറും. അത് ഇപ്പോൾ നമ്മൾ തുടങ്ങിയ സംസാരത്തിന്റെ നിങ്ങളുടെ ആദ്യത്തെ സംസാരവും ഇപ്പോഴത്തെ സംസാരം എടുത്ത് പരിശോധിച്ചാൽ നേരെ മാറി. കാരണം എന്താ? നിങ്ങൾ നേരത്തെ പറഞ്ഞു നിയ്യത്ത് വെക്കണതിന് മുമ്പ് അത് നാവ് കൊണ്ട് ഉച്ചരിക്കൽ ബിദ്അത്താണ്, ചെയ്യാൻ പാടില്ല എന്നാണ് മുജാഹിദ് വിശ്വാസം. കാരണം റസൂലുള്ളാഹി അങ്ങനെ ചെയ്തിട്ടില്ല.
എന്നാ ഖുത്ബന്റെ ഭാഷയാണ് നമ്മളെ സംസാര വിഷയം. അതിനെപ്പറ്റി സംസാരിച്ചിട്ടാണ് നമ്മൾ മറ്റിടത്തേക്ക് എത്തിയത്. ഈ അടിസ്ഥാന വിഷയത്തിലേക്ക് വന്നപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ഖുത്ബ അനറബി ഭാഷയിൽ, അറബി ഇല്ലാത്ത ഭാഷയിൽ ചെയ്യുന്നതിനെ റസൂലുള്ള വിരോധിച്ചിട്ടില്ല, അതുകൊണ്ട് ഏത് ഭാഷയുമാകാം. എന്നാ പിന്നെ ഇതെന്തേ അവിടെ പറ്റാത്തത്? നെയ്യത്തിന്റെ മുന്നേ നിങ്ങളത് മലയാളത്തിൽ നിങ്ങളത് പറയാൻ പാടില്ല, റസൂലുള്ള വിരോധിച്ചിക്കണോ? എന്തെങ്കിലും ഉസൂൽ ആദ്യം തീരുമാനാക്കി സുഹൃത്തെ, അപ്പോഴല്ലേ വാദിക്കാനും ഒരു കാര്യം തീർച്ചപ്പെടുത്താനും കഴിയുള്ളൂ. നിങ്ങളെ ഉസൂൽ, നിങ്ങൾക്ക് എന്താണ് ബിദ്അത്ത് എന്ന് അറിയൂല, അതൊരു പ്രശ്നം തന്നെയാണ്. ബിദ്അത്ത് എന്താണെന്ന് അറിയാത്തത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് അതൊക്കെ ആദ്യം ഒന്ന് തീരുമാനാക്കണം. എന്റെ സൗണ്ട് കട്ടാകുന്നുണ്ടോ? ഹലോ, എന്റെ സൗണ്ട് കട്ടാകുന്നുണ്ടോ? യാതൊരു പ്രതികരണവും ഇല്ലല്ലോ. അത് ശരി. ഇങ്ങോട്ട് ഗുഡ്, ക്ലിയർ ആണ്. ഓക്കെ. ഇങ്ങോട്ട് ജവാബ് കിട്ടാൻ താമസിക്കണേ. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ ഉസൂല് മാറി. ഈ ഒരു ചർച്ച തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 10 മിനിറ്റിന്റെ ഇടയിൽ ഘടക വിരുദ്ധമായ 2 ഉസൂലാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്. ഇത് മുജാഹിദിന്റെ സ്ഥിരം പരിപാടിയാണ്. കാരണം ഓൽക്ക് ഉസൂലും അറിയില്ല. ഉള്ള ഉസൂൽ അറിഞ്ഞെങ്കിലല്ലേ ഉറച്ചിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ മറ്റേ വിഷയത്തിൽ നിങ്ങളുടെ വാദം വിജയിക്കാൻ വേണ്ടി അവിടെ നിങ്ങളൊരു ഉസൂല് പറഞ്ഞു, ഈ വിഷയത്തിൽ നിങ്ങളുടെ വാദം വിജയിക്കാൻ വേണ്ടി അതിന് ഘടകവിരുദ്ധമായ മറ്റൊരു ഉസൂല് നിങ്ങൾ പറഞ്ഞു. ഇതല്ലേ ഉണ്ടായത്? അപ്പൊ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഇത് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തില്ല, ഒരു അടിസ്ഥാന രേഖയുമില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ പറഞ്ഞൊരു ന്യായമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ന്യായം പറഞ്ഞാൽ നമ്മളത് സമ്മതിക്കണമല്ലോ. ന്യായമായി എനിക്ക് തോന്നിയ കാര്യമുണ്ട്. ബാക്കിയൊന്നും ന്യായമല്ല. പദം ഇത്തിബാഅ് ചെയ്യണ്ടേ? അത് നിങ്ങൾ ന്യായമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം പറഞ്ഞു. അത് ന്യായമല്ല എന്ന് ഞാൻ തെളിയിച്ചു. പദം ഇത്തിബാഅ് ചെയ്യേണ്ടതായിരുന്നെങ്കിൽ പദാനുപദം ഖുതുബ പഠിപ്പിക്കുമായിരുന്നു. അത് പഠിപ്പിച്ചിട്ടില്ല എന്നത് ഇത്തിബാഅ് ചെയ്യേണ്ടതല്ല എന്നതിന്റെ തെളിവാണ് ഞാൻ പറഞ്ഞു. അതോടെ നിങ്ങളെ പറഞ്ഞ വാദം പൊളിഞ്ഞ് തരിപ്പണായി. ഇനിയിപ്പം ആകെ നിങ്ങളെ അവതരണത്തിൽ ന്യായമാണെന്ന് പറയാൻ തോന്നിയ ഒറ്റ വിഷയ ബാക്കിയുള്ളൂ. അതെന്താ? ഖുതുബ ഉത്ബോധനമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്ബോധനത്തിലൂടെ, ഖുതുബയിലൂടെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. അപ്പോ ഉത്ബോധനം എന്ന് പറഞ്ഞാല് സദസ്സിന് മനസ്സിലാകണ ഭാഷയിലാകണ്ടേ. ഈ ഒരു ന്യായം മാത്രമാണ് നിങ്ങളുടെ ഭാഗത്ത് ഒരു ലെവലേശം ഒരു ന്യായമാണെന്ന് പറയാൻ പറ്റണ ഒന്നുള്ളത്. പക്ഷേ ഇൻഷാ അല്ലാഹ് അടുത്ത അവസരമുണ്ടെങ്കിൽ ആ ന്യായം. ഹലോ, മൈക്ക് കേൾക്കണില്ലേ? ഇപ്പൊ സൗണ്ട് കേൾക്കണ്ട? എന്താ ചെയ്യ, വെറുതെ ഇങ്ങനെ DC ആയി പോകുന്നു. DC ആയി നമ്മളെ ജമാൽ കൊടുവള്ളി ഇവിടെ അല്ലേ? മൂപ്പരും DC ആയോ? ജമാൽ കൊടുവള്ളി കേൾക്കുന്നുണ്ടോ? ഇത് മൂപ്പർ ഉണ്ട്. മൂപ്പര് DC ആയിട്ടില്ല. അപ്പൊ തന്നെ നിങ്ങൾ ജവാബ് പറയും. ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. നിങ്ങളാ പറഞ്ഞ അതിൽ ന്യായമായി എടുക്കാൻ പറ്റിയ ഒന്നുണ്ടെങ്കിൽ അതിത് മാത്രമേ ഉള്ളൂ. ഏത്? അത് ഉത്ബോധനാണ്. ഖുതുബ ഉത്ബോധനാണ്. അത് ഹദീസിൽ തന്നെ ഉണ്ടല്ലോ, ഖുതുബ ഉത്ബോധനാണ്. ഉത്ബോധനം ജനങ്ങൾക്ക് തിരിയണ്ടേ? അപ്പൊ അത് തിരിയുന്ന ഭാഷയിലാകണല്ലോ എന്നുള്ള ആകെ ഒരു ന്യായമേ ഉള്ളൂ. അല്ലാതെ എന്തില്ല, ഒരു തെളിവും നിങ്ങൾക്ക് പറയാനില്ല. അത് ഞാൻ വളരെ വ്യക്തമായി വിശദീകരിച്ചു കഴിഞ്ഞു. ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിഷയത്തില്. പക്ഷെ ജമാൽ കൊടുവള്ളി എന്ന സുഹൃത്തിനെ കുറിച്ച് നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. അദ്ദേഹം വിഷയം ചർച്ച ചെയ്യുന്നത് ഗൗരവത്തിലാണ്. ഒരു പണ്ഡിതോചിതമായ ഒരു ചർച്ചയിലാണ് മൂപ്പരോട് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം, കുറച്ചൊരു വിവരമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക വിശാലത അവർക്കുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും സമയം പറഞ്ഞത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് കാണും. ഇനി ബോധ്യപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞങ്ങ് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ അവസാനം വീണ്ടും ചോദിക്കണം, നിങ്ങൾ അവസാനം പിടിച്ചിരിക്കുന്നത് ഉത്ബോധനമാണ് എന്ന ആ അടിസ്ഥാനത്തിലാണോ പരിഭാഷപ്പെടുത്താം, അറബിയല്ലാത്ത ഭാഷയിലാക്കാം എന്ന് പറയുന്നത്? അറബിയല്ലാത്ത ഭാഷയിൽ അടിസ്ഥാനപരമായ ഒരു ന്യായമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തെളിവുണ്ടെങ്കിൽ അത് നിങ്ങളോട് പറഞ്ഞോളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിമാണ്ട് ചർച്ച മുന്നോട്ടുണ്ടോ. അല്ല, ഞാൻ ഈ ചർച്ച തുടങ്ങാൻ തന്നെ കാരണം, ഞാൻ ഈ റൂമിലേക്ക് വന്ന സമയത്ത് ഇവിടെ നടന്ന ചർച്ച ഒരു സുഹൃത്ത്, വേറെ ഏതൊരു സുഹൃത്ത് ചോദിച്ചു ഖുതുബ മലയാളത്തിലാക്കിക്കൂടെ. അതിന് താങ്കൾ പറഞ്ഞ മറുപടി, താങ്കൾ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്ന മറുപടി, എന്നാൽ നമസ്കാരവും പരിഭാഷപ്പെടുത്തണമല്ലോ, നമസ്കാരത്തിലും അത് പരിഭാഷ ആകാമല്ലോ എന്ന് താങ്കൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ വിഷയത്തിൽ
പിന്നെ ഹാൻഡ് റൈസ് ചെയ്തുകൊണ്ട് ചർച്ചയിൽ ഇടപെട്ടത്. നമസ്കാരവും ഖുതുബയും രണ്ടും രണ്ടാണ്. നമസ്കാരം അത് അള്ളാഹുവിനുള്ള ഖിതാബാണ്, ഖുതുബ അത് ജനങ്ങൾക്കുള്ള ഖിതാബാണ്, അഭിസംബോധനയാണ്. ആ ഒരു വ്യത്യാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ തെളിവ്. അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം ആകാം എന്നത്. അതിന് തെളിവായിട്ട് പിന്നെ രണ്ടാമത്, അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞത് നമസ്കാരം അറബിയിൽ തന്നെ ആകണമെന്നാണല്ലോ മുജാഹിദുകളുടെ വാദം. അപ്പോഴായിരുന്നു ഞാൻ ആ ഇബാറത്ത് വായിച്ചത്. മുജാഹിദുകളുടെ വാദം അങ്ങനെയാണ്, എന്നാൽ സുന്നികളുടെ വാദം അത് പരിഭാഷ ചെയ്യാമെന്നതാണ്. അതിനാണ് ഞാൻ അൽ മദാഹിബുൽ അർബ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഉദ്ധരണി എടുത്ത് വായിച്ചത്. അതേപ്പറ്റി താങ്കൾ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ല. മൂന്നാമതായിട്ട് സുഹൃത്തെ, ഈ രണ്ടാമതായിട്ട് മൂന്നാമതായിട്ട് വീണ്ടാമതായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താണെന്ന് ഞാൻ മറന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോന്ന് പറയാ നമ്മള്. ഞാനും മറക്കും, ചിലപ്പോ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും മറക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മശക്തി ഉണ്ടായിരുന്നിരും, പക്ഷെ അങ്ങനെയല്ലല്ലോ എല്ലാവരും. അതുകൊണ്ട് നമ്മൾ ഓരോന്ന് അങ്ങനെ ചർച്ച ചെയ്യുക, 1 by 1 അങ്ങനെ ചർച്ച ചെയ്താണ് പോയാൽ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും കാര്യം മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ എന്താ, ഖുതുബയും നിസ്കാരവും രണ്ടും രണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ കട്ടായിട്ടില്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓരോ അക്ഷരം ഇങ്ങനെ അടിച്ചിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവും. അതാണ് നിങ്ങൾ ന്യായം പറഞ്ഞത്. എന്താണ്? ഖുതുബ ജനങ്ങളോടാണ്, നിസ്കാരം അള്ളാഹുവിനോടാണ്. കേൾക്കാൻ നല്ലൊരു പോയിന്റാണ്, നല്ലൊരു പോയിന്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഖുതുബയിലെ ഒരു ഭാഗം ഞാൻ ചോദിക്കുകയാണ്, അൽഹംദുലില്ലാഹ് ഇതാരോടാ? നിങ്ങൾ പറഞ്ഞാൽ മതി, ഇതാരോടാ? ഖുതുബയിലെ ഒരു ഭാഗം ഇപ്പൊ കേട്ട് അൽഹംദുലില്ലാഹ്. ഇനി ഖുതുബയിലെ വേറെ ഭാഗം കേട്ടോളി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഇതാരോടാ? നിങ്ങൾ പറഞ്ഞത് ഖുതുബ ജനങ്ങളോടാണ് എന്നാ. ഖുതുബയിലെ 2 റുക്കിനാണ് ഇപ്പൊ ഞാൻ അവിടെ കേൾപ്പിച്ചത്. അത് രണ്ടും ആരോടാ? അള്ളാഹിനോടാ. എന്നാ നീ കേട്ടോളി നിസ്കാരട്ടോ. നിസ്കാരത്തിലൊരു ഭാഗം ഞാൻ അവിടെ കേൾപ്പിക്കാൻ പോവാണേ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. അർത്ഥം പറയാം സാധാരണക്കാർക്ക് വേണ്ടി. ഈമാനുള്ളവരെ, നിങ്ങളെ വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ ദിക്റാകുന്ന ഖുതുബയിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ കച്ചവടം നിർത്തിവെച്ച് അതിലേക്ക് ഓടി വരൂ. ഇതാരോടാ? അള്ളാഹിനോടാണോ? നിങ്ങൾ പറഞ്ഞ ഉസൂലാണ് ഞാൻ പൊളിക്കണേ. നിങ്ങൾ പറഞ്ഞ വ്യത്യാസം എന്താ? ഖുതുബ ജനങ്ങളോടാണ്, നിസ്കാരം അള്ളാഹിനോടാണ്. ഖുതുബ എന്ന് പറഞ്ഞാൽ എന്താ? 6 ഘടകങ്ങൾ അടങ്ങിയ ഒരു ഇബാദത്ത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? 14 ഘടകങ്ങൾ അടങ്ങിയ ഒരു ഇബാദത്ത്. അതിന്റെ കൂടെ കുറെ സുന്നത്തുകൾ രണ്ടിലും ഉണ്ട്. ഖുതുബക്ക് പ്രത്യേക ചില അതിന്റെ ഘടകങ്ങളിലും രീതിയിലൊക്കെ സുന്നത്തുണ്ട്. നിസ്കാരത്തിൽ പ്രത്യേകമായ മറ്റു പല ഘടകങ്ങൾ തന്നെ സുന്നത്തായതുണ്ട്. ഏതോ ആവട്ടെ, ഈ ഖുതുബയിൽ ചിലത് അള്ളാഹുവിനോടാണ്, സലാത്ത് അള്ളാഹിനോടാണ്, അൽഹംദുലില്ലാഹ് അള്ളാഹിനോടാണ്. അതേ സ്ഥാനത്ത് നീ ഖുതുബന്റെ വേറെ റുക്ന് നോക്കോ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അതാരോടാ? അള്ളാഹിനോടാണ്. അപ്പൊ ഖുതുബയിലെ 3 റുക്ന് അള്ളാഹിനോടാണ്. ആകെ 6 റുക്നാണ് ഇവിടെ ഉള്ളത്, ഖുതുബയിലുള്ളത്. അതിന് പിന്നെന്താ ഉള്ളത്? ആയത്തോതലാണ്. അത് ജനങ്ങളോടാണ് ഓതുന്നത്. തഖ്വ കൊണ്ടുള്ള വസിയത്തോ അതും ജനങ്ങളോടാണ് പറയുന്നത്, അല്ലേ? അപ്പൊ ഖുതുബയിൽ എന്തുണ്ട്? ജനങ്ങളോടുണ്ട്, അള്ളാഹുവിനോടുണ്ട്. നിസ്കാരത്തിലോ ജനങ്ങളോടുണ്ട്, അള്ളാഹുവിനോടുണ്ട്. അതോടെ നിസ്കാരത്തില് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് ഇത് അള്ളാഹിനോടാ? അല്ല, അത് അള്ളാഹിനോടല്ല. എന്നാ നീ കേട്ടോ, ഞാൻ നേരത്തെ ഓതി, വെള്ളിയാഴ്ചത്തെ നിസ്കാരത്തിൽ തന്നെ ഓതാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഇതാരോടാ? യാ അയ്യുഹല്ലദീന ആമനൂ എന്നാ വിളിക്കണത്. അത് അള്ളാഹിനെയാണോ വിളിക്കണത്? അല്ല. അപ്പൊ നിസ്കാരത്തിലും അള്ളാഹുവിനോടുണ്ട്, ജനങ്ങളോടുണ്ട്. ഖുതുബയിലും അള്ളാഹുവിനോടുണ്ട്, ജനങ്ങളോടുണ്ട്. അപ്പൊ നിങ്ങൾ ഖുതുബ ഭാഷ മാറ്റാനും നിസ്കാരം മാറ്റാതിരിക്കാനും പറഞ്ഞ ന്യായം ഒന്ന് അള്ളാഹുവിനോടാണ്, മറ്റേത് ജനങ്ങളോടാണ് എന്നാണ്. ആ ന്യായം ഇതോടെ അങ്ങ് പൊളിഞ്ഞു. അത് പൊളിഞ്ഞില്ലേ? ആ ന്യായം പൊളിഞ്ഞു. അതുകൊണ്ട് ആ ന്യായം പൊളിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ന്യായം ഉണ്ടെങ്കിൽ പറയാം. ബൈക്കെടുത്തു. ഖുതുബയിൽ ചില പദങ്ങൾ അള്ളാഹുവിനോട് ഖിതാബുണ്ടാകും. അത് ഖുതുബയുടെ പൊതുവെയുള്ള സ്വഭാവത്തെ ബാധിക്കുന്നതല്ല. അത് ഖുതുബന്റെ നമസ്കാരത്തിന്റെ വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും ഉണ്ടാവും. പൊതുവായിട്ടുള്ള ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് വേറെ ചില വൈരുദ്ധ്യങ്ങൾ അത് എല്ലാ വിഷയങ്ങളിലും ഉണ്ടാവും. നമസ്കാരത്തിൽ അതിന്റെ ഖിതാബ് അള്ളാഹുവിനോടാണ്. അത് ആയത്തുകൾ ഓതുന്നത് നമ്മൾ അള്ളാഹുവിനോടാണ്. അതിന്റെ ആശയം ഒരുപക്ഷെ ജനങ്ങളോടായിരിക്കാം. അതിന് നമസ്കാരത്തിലുള്ള എല്ലാ ആശയങ്ങളുടെയും എല്ലാ സംസാരങ്ങളുടെയും ഖിതാബ് അള്ളാഹുവിനോട് തന്നെയാണ്. അതിന്റെ അർത്ഥമല്ല നിങ്ങൾ നോക്കേണ്ടത്.
പിന്നെ ഞാനിവിടെ നേരത്തെ പറയുകയുണ്ടായി, ഈ ആശയങ്ങളെല്ലാം ഏറ്റവും മനസ്സിലാക്കിയത് നിങ്ങളുടെ പണ്ഡിതന്മാരായിട്ടുള്ള ഇമാമുകളല്ലേ. ആ ഇമാമുകൾ പോലും എന്തുകൊണ്ട് ഖുതുബ അനറബി ഭാഷയിൽ നിർവഹിക്കൽ അനുവദനീയമാണ് എന്ന് നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടു. ആ ഗ്രന്ഥങ്ങളെല്ലാം അംഗീകരിക്കുന്നു എന്ന് അഭിമാനിക്കുന്നവരും. പൊന്നു ഹബീബേ, ഞങ്ങളെ പണ്ഡിതന്മാർ എഴുതി വെച്ചതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളെ ന്യായം കൊണ്ടാണ് നമ്മൾ കളി തുടങ്ങിയത്. ന്യായം കൊണ്ടൊന്ന് തീരുമാനമാകും നോക്കുക. നമ്മള് ഞങ്ങളെ പണ്ഡിതന്മാര് ഞങ്ങൾ പറയണമാതിരി എഴുതി വെച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാല് പണ്ഡിതന്മാർ എന്താണോ എഴുതി വെച്ചത് അതായത് ഞങ്ങൾ പറയണുള്ളൂ കേട്ടോ. അത് നേരെ തിരിച്ചു മനസ്സിലാക്കണ്ട. ഞങ്ങളെ പണ്ഡിതന്മാർ എന്താണോ എഴുതി വെച്ചത് അതാണ് ഞങ്ങൾ പറയുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നിടത്ത് ഓപ്പറേഷൻ ചെയ്യാം. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തെളിയിക്കാം. ഇപ്പൊ അതല്ല, നമ്മൾ പറഞ്ഞു വെച്ച ഒരു വിഷയം ഉണ്ടല്ലോ, ന്യായത്തുമെന്നാണ് നമ്മൾ തുടങ്ങിയത്. അവസാനങ്ങൾ ആ ന്യായം പൊളിക്കാൻ എന്താ പറഞ്ഞത്? ആശയം ജനങ്ങളോടായിരിക്കും, പക്ഷെ ഓതുന്നത് അള്ളാഹിനോടാണ്. സത്യം പറയാട്ടോ, എനിക്ക് അള്ളാഹ് തന്ന മുഴുവൻ തലകൊണ്ട് ആലോചിച്ചിട്ട് അപ്പറഞ്ഞെന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. മൈബതി ഓതിയപ്പോ ഇത്ര ഇടങ്ങേറുണ്ടായിട്ടില്ല. മുലാസിനും മൈബതി എന്ന് ഓതിയപ്പോ ഇത്ര ഒരു ഇടങ്ങേറുണ്ടായിട്ടില്ല. അതേസമയം നിങ്ങളിപ്പോ പറഞ്ഞ ആ വിഷയം മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് സാധിക്കണില്ല. എന്ത് ആശയം ജനങ്ങളോടാകാം, പക്ഷെ ഓതുന്നത് അള്ളാഹിനോടാണ് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാകണേയില്ല. എന്താ സുഹൃത്തെ ഞാൻ ചെയ്യാ? ഞമ്മക്ക് മനസ്സിലാകിയിട്ടാണ്. എന്റെ ബുദ്ധിന്റെ കുറവുകൊണ്ടാണോ എനിക്കറിയില്ല. നിങ്ങളൊന്ന് വിശദീകരിച്ചെന്നാൽ ചിലപ്പോ മനസ്സിലായേക്കും. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹിന്റെ അടുത്തൊന്ന് കൂലിട്ടാണ് ഈ ഓതുന്നതെന്നാണോ? അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ആശയം ജനങ്ങളോടാണെങ്കിലും അള്ളാഹുവിനോട് കൂലി കിട്ടാനാണ് ഈ ഓതുന്നത് എന്നാണോ നിങ്ങൾ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ സംഗതി മനസ്സിലായി, പക്ഷെ സംശയം വേറെ വരും അപ്പുറത്ത്. അതല്ല, നിങ്ങൾ പറഞ്ഞ ഓതുന്നത് അള്ളാഹിനോട് തന്നെയാണ്, പക്ഷെ ആശയം ജനങ്ങളോടാണ്. അതാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു നിലക്കും എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. എന്താ ചെയ്യാ? ആ മനസ്സിലാകാത്ത വിഷയം നിങ്ങൾ സുഹൃത്തെ പറയില്ലേ. നമ്മൾ ആകെ ഈ ചർച്ച തുടങ്ങിയത് തന്നെ ഖുതുബ മനസ്സിലാകണോ വേണ്ടേ എന്നുള്ളവർത്തുന്ന. പിന്നെ ചർച്ചയിൽ തന്നെ നിങ്ങൾ മനസ്സിലാകാത്ത വർത്താനം പറഞ്ഞാൽ ആകെ ഇതിന്റെ ഭാഷ മാറ്റിട്ടില്ല നമ്മള് കേട്ടാ. അത് ചർച്ചയിൽ എന്തെങ്കിലും പറയണ്ടേ? എല്ലാവർക്കും മനസ്സിലാകേണ്ടത് പറയും. ഇപ്പൊ പറഞ്ഞത് സത്യമാണ്. ഞാൻ പറഞ്ഞത് എനിക്കത് മനസ്സിലായിട്ടില്ല. കാരണം ഓതുന്നത് അള്ളാഹിനോടാണ്, പക്ഷെ ആശയം ജനങ്ങളോടാണ് എന്ന് പറഞ്ഞാൽ എന്താണത് എനിക്ക് മനസ്സിലാണില്ല. എനിക്കത് മനസ്സിലാകണേ ഇല്ല. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് സംസ്കാരത്തിൽ വെച്ചിരുന്നല്ലോ. ആരും കൂടി പണ്ടീസാണ്. അന്ന് പരിശുദ്ധ ഖുർആന്റെ ഓത്ത് എല്ലാരും കേൾക്കട്ടെ. എന്തിനാ എല്ലാരും കേൾക്കണത്? നിങ്ങൾ നേരത്തെ പറഞ്ഞു ഖുതുബ ഉത്ബോധനമാണ്. ഖുർആനെ പറ്റി അല്ലാഹ് എന്താ പറഞ്ഞത്? വമാ ഹുവ ഇല്ലാ സിക്റുൽ ലിൽ ആലമീൻ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഉത്ബോധനം മാത്രമാണ്. എന്ത് ഖുതുബ ഉത്ബോധനമാണ് എന്നിട്ടാണ് തിരിയണം നിങ്ങൾ ഇതുവരെ പറഞ്ഞു വന്നത്. ഖുർആനെ പറ്റി അല്ലാഹ് എന്താ പറഞ്ഞത്? വമാ ഹുവ ഇല്ലാ സിക്റുൽ ലിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഉത്ബോധനം മാത്രമാണ്. അപ്പൊ ഖുർആൻ ഉത്ബോധനാണ്, ഖുതുബ ഉത്ബോധനമാണ്. ഉത്ബോധനമായതുകൊണ്ട് തിരിയുന്ന ഭാഷയിലാകണം. ഖുർആൻ ഉത്ബോധനമായതുകൊണ്ട് തിരിയുന്ന ഭാഷയിലാകണം. അങ്ങനെയാണ് ന്യായം പറയേണ്ടത്. അല്ല ഖുതുബ തിരിയണം, അത് ഉത്ബോധനാണ്. എന്നാ പിന്നെ ഖുർആനോ അത് ഉത്ബോധനമൊക്കെ തന്നെയാണ്, പക്ഷെ തിരിയണ ഭാഷയിലാകണം എന്നില്ല. ഇങ്ങനെ പറഞ്ഞാൽ അതിന് എന്തിനാ പറയുന്നത്? 8-10 വർത്താനം അതിന് പേരിടാൻ പറ്റുക കേട്ടാ. അതൊരു കറക്റ്റ് വർത്താനാണെന്ന് ബുദ്ധിയുള്ള ഒരാളും പറയില്ല. അപ്പൊ ഏതായാലും തെളിവില്ല എന്ന് മനസ്സിലായി. ഖുതുബ പരിഭാഷക്ക് ആയത്ത് ഓതിയിട്ടില്ലല്ലോ, ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു ലിൽ ഇത്തിബായി എന്ന് പറഞ്ഞപ്പോ 10 വിഷയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുതുബന്റെ വിഷയത്തിൽ ഇത്തിബാ ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ 9ലും ഇത്തിബാ വേണമെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ 10ാമത്തെ 1ൽ ഇത്തിബാ വേണ്ട നിങ്ങൾ പറയുന്നത്. അതിന്റെ ന്യായം എന്താന്ന് മനസ്സിലാകണില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് 10ലും ഇത്തിബാ വേണമെന്നാണ്. അപ്പൊ ഖുതുബക്ക് ഇത്തിബാ വേണം. അപ്പൊ അതാണ് തെളിവ് അങ്ങനെ പറഞ്ഞു. ഇത്തിബാ അവിടെയാണ്. അപ്പൊ അവിടെയാണ് പ്രമാണമുള്ളത്. വ്യക്തമായിട്ടാണ് പറഞ്ഞു. നിങ്ങൾക്ക് പ്രമാണമുണ്ടോ? ഖുർആനുണ്ടോ? ഹദീസുണ്ടോ? ഒന്നുമില്ല. ഞാൻ ചോദിച്ചു ഖുർആൻ ഹദീസൊന്നും വേണ്ട, 1300 വർഷത്തെ ചരിത്രം ഉണ്ടോ? അതുമില്ല. ഇനി അവസാനം വേറെന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. ന്യായം ഉണ്ട് എന്ന് പറഞ്ഞു. ന്യായോ തകർന്ന് തരിപ്പണായി നിങ്ങളെ ന്യായമൊക്കെ. കാരണം എന്താ? നിങ്ങൾ ന്യായം സ്ഥിരപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു നോക്കിയ ഖുതുബ ജനങ്ങളോടാണ്, നിസ്കാരം അള്ളാഹിനോടാണ്. പൊളിഞ്ഞില്ലേ? ഉണ്ട്. അതോടുകൂടി നിങ്ങൾ ആ ന്യായം പൊളിഞ്ഞു. പിന്നുള്ളത് എന്താ? പിന്നെ ആകുള്ളത്
ഖുതുബ ഉത്ബോധനമാണ്, അത് തിരിയുന്ന ഭാഷയിലായിരിക്കണം. ഞാൻ പരിശുദ്ധ ഖുർആന്റെ ആയത്തോതി വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ഖുർആൻ ഉത്ബോധനമാണ്. ഖുതുബ ഉത്ബോധനമായതുകൊണ്ട് തിരിയുന്ന ഭാഷയിലാകണമെങ്കിൽ ഖുർആൻ ഉത്ബോധനമാണ്, അതും തിരിയണ ഭാഷയിലാകണം. അപ്പൊ ഖുതുബ കഴിഞ്ഞിട്ട് നിസ്കരിക്കണം. നിസ്കാരത്തിൽ വെള്ളിയാഴ്ച മാത്രം ഉറക്കെ ഓതുന്നത് ഉത്ബോധനമാകുന്ന പരിശുദ്ധ ഖുർആൻ ആ നാട്ടിലെ ജനങ്ങളെ കേൾപ്പിക്കാനാണ്. ഉത്ബോധനം തിരിയുന്ന ഭാഷയിലാകണമെന്ന് പറഞ്ഞാൽ ആ ഖുർആനും ട്രാൻസ്ലേറ്റ് ചെയ്ത് ഓതണം എന്നാണ് ന്യായം വെച്ച് പറയുന്നവർ പറയേണ്ടത്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങളത് പറയണില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയും. ആയിക്കോട്ടെ. 1300 വർഷത്തെ ചരിത്രം നിങ്ങൾ ചോദിച്ചു. ആ ചരിത്രമാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഓതി തന്നത്. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരാണ് പറഞ്ഞത് ഖുതുബ അത് ദിക്റാണ്, അത് ആ ദിക്റിനെ പരിഭാഷ ചെയ്യൽ അനുവദനീയമാണ് എന്ന് നിങ്ങളുടെ ഉസ്താദുമാർ എഴുതി വെച്ച ഗ്രന്ഥമാണ് ഞാൻ എഴുതി വായിച്ചത്. അതേപ്പറ്റി നിങ്ങളൊന്നും മിണ്ടിയിട്ടില്ല. വേറെയുമുണ്ട് ആ രൂപത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ. നിങ്ങളുടെ ഷാഫി മദ്ഹബിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് അത് നിർവഹിക്കാൻ കഴിയും. പിന്നെ വേറൊരു കാര്യം തങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ ആയത്ത് അത് ജനങ്ങളോടല്ലേ എന്ന്. ജനങ്ങളോടല്ല, അത് അള്ളാഹുവോടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ജനങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരാൾ ഒരു ആയത്ത് ഓതിയെന്ന് സങ്കല്പിക്കുക. ജനങ്ങളൊന്നും ഇല്ലാത്ത ഒരു മരുഭൂ പ്രദേശത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു കടലിന്റെ നടുവിൽ നിന്ന് ഒരാൾ യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാ എന്ന് ആയത്ത് ഓതി കഴിഞ്ഞാൽ അദ്ദേഹത്തെ മാനസിക രോഗിയായിട്ട് നിങ്ങൾക്ക് മുദ്ര കുത്താൻ പറ്റുമോ? അവിടെ സത്യവിശ്വാസികൾ ആരും ഇല്ലല്ലോ, ജനങ്ങൾ ആരും ഇല്ലല്ലോ. അപ്പോ ആ രൂപത്തിലുള്ള വാദങ്ങളൊന്നും പിന്നെ പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ വളരെ വ്യക്തമായി തന്നെ നിങ്ങളോട് പറഞ്ഞു, നമസ്കാരം പോലെയല്ല ഖുതുബ. അത് നിങ്ങൾ നമസ്കാരം പോലെയാണ് ഖുതുബ എന്ന്. പൊന്നാര ജവാലെ, നിങ്ങളിപ്പോ അടുത്ത ന്യായം പറഞ്ഞു, നല്ല രസമുള്ള ന്യായ. എന്താ ഒറ്റക്ക് ഒരാളൊരു മരുഭൂമിയിൽ നിന്ന് എങ്ങനെ ഓതുകയാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് ഓതിയാല് അയാൾ മാനസിക രോഗിയാണ് നിങ്ങൾ പറയും. ഞങ്ങൾ പറയില്ല. കാരണം കാര്യങ്ങള് ഓതുന്ന ആള് അതിലൊരു അംഗാണെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ പറയില്ല. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ അത് ഓതുമ്പോ നിങ്ങളതിൽ അംഗാണോ എന്ന് ചിലപ്പോ സംശയം ഉണ്ടാവും. ഹലോ, ഇപ്പൊ മൈക്ക് വന്നില്ലേ? മൈക്ക് വന്നോ? മൈക്ക് പോകുമ്പോഴൊക്കെ ചെയ്യും. അങ്ങനെയാണ്, അത് നോക്കണ്ട. അതൊക്കെ എല്ലാവരും കൊണ്ട് സഹിക്കുക, പൊറുക്കുക, ചർച്ച നടക്കട്ടെ. ഇപ്പൊ എന്താ പറഞ്ഞേ? നമ്മളെ ജമാല് ചോദിക്കണേ, യാ അയ്യുഹല്ലദീന ആമനൂന്ന് ഒറ്റക്ക് ഇരുന്നിട്ട് ഒരാൾ ഓതിയാല് അയാൾ മാനസിക രോഗിയാണെന്ന് പറയോൻ? മറുപടി എന്താ? പറയില്ല. എന്താ കാരണം? ഒറ്റക്കിരുന്ന് ഓതുമ്പോ ആ ഒറ്റക്കിരുന്ന് ഓതുന്ന കക്ഷി കേൾക്കുന്നുണ്ട്. അയാൾ കേൾക്കാത്ത വിധമാണ് അയാൾ ഓതുന്നതെങ്കിൽ അതിന് ഓത്ത് എന്ന് പറയില്ല. അങ്ങനെ ഓതിയാൽ നിസ്കാരമൊട്ട് ശരിയാകൂല. അപ്പൊ മാനസിക രോഗി എന്ന് പറയാത്ത എന്തുകൊണ്ടാണ്? അയാൾ ഓതുമ്പോ ആ യാ അയ്യുഹല്ലദീന ആമനുവിലെ ഒരംഗം എന്ന നിലക്ക് അയാളത് കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നെ വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, അത് ഉത്ബോധനമാണ്. ആർക്കാണ് ഉത്ബോധനം? എല്ലാ മോമിനിങ്ങൾക്കും. അക്കൂട്ടത്തിൽ ഇപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കണ ഈ ഓതുന മോമിന് അത് ഉത്ബോധനമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? അത് ശരി. ഇതാണ് ഇപ്പൊ നിങ്ങളെ അടുത്ത ന്യായം. അതോടെ ആ ന്യായം പൊളിഞ്ഞു. ഇനി മൂപ്പര ന്യായമൊക്കെ പൊളിഞ്ഞു എന്ന് കണ്ടപ്പോ ഇപ്പൊ മൂപ്പര് എന്ത് പറയാണ്? പച്ച നോണ പറഞ്ഞു തൊട്ടു മുമ്പ്. നിങ്ങളെ ഇമാമിയങ്ങൾ എന്ന ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ പറ്റുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അതൊന്ന് തെളിയിക്ക് ജമാലെ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ കേട്ടോ. ഞങ്ങൾ ആരും കാണാത്തൊരു കിതാബ് നിങ്ങൾ കണ്ടാല് അതൊന്ന് ചർച്ച ചെയ്യണല്ലേ നമുക്ക്. പോരാ, പക്ഷെ തെളിയിക്കാൻ സമയമായിട്ടില്ല. നിങ്ങളെ ന്യായം വിട്ടോ ഇല്ലേ എന്നൊന്ന് ആദ്യം തീരുമാനമാകണം. എന്നിട്ട് നമുക്ക് ഫിഖ്ഹ്മൊക്കെ കിടക്കാം. ഞാൻ നിങ്ങളെ വായന കേൾക്കാത്തോണ്ടല്ല, ആ വായനയില് നിങ്ങൾ ഇടക്കിടക്ക് പറയുന്നത് പച്ച നുണയാണെന്ന് അറിയാത്തത് കൊണ്ടുമല്ല. അല്ലെങ്കിൽ ഒന്നിരിക്കെ മനഃപൂർവ്വം പറയണ നുണ, അല്ലെങ്കിൽ നിങ്ങളെ മൗലവിമാര് തെറ്റിദ്ധരിപ്പിച്ച്. രണ്ടാലൊന്നാണ്. നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. നുണ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ തലയിൽ കെട്ടിവെക്കണില്ല. നിങ്ങൾ ചിലപ്പോൾ അതിന് നിരപരാധിയായിരിക്കാം. നിങ്ങളെ മൗലവിമാര് പറ്റിച്ചു വിട്ടതാണ് നുണ പറഞ്ഞിട്ട്. അതാണ് നിങ്ങൾ ഈ പറയുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് അതാണ് ചർച്ച. പക്ഷേ ന്യായം കൊണ്ട് നിങ്ങൾ ഖുതുബ ഓതാം എന്ന് പറഞ്ഞ ആ വിഷയത്തെ എന്തായി? അതാണ് നമുക്ക് തീരുമാനാക്കേണ്ടത്. തെളിവുണ്ടോ? ഖുർആനുണ്ടോ? ഇല്ല. ഹദീസുണ്ടോ? ഇല്ല. 1300 വർഷത്തെ ചരിത്രം ഉണ്ടോ? ചരിത്രം ഉണ്ടെങ്കിൽ അത് പറയും. ഫിഖഹിന്റെ കിതാബല്ല, ചരിത്ര കിതാബ് എന്ന് പറയും. KM മൗലവി പച്ച മലയാളത്തിൽ എഴുതി വെച്ചല്ലോ. സ്വഹാബത്ത് അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയതിന് തെളിവില്ല. മാത്രല്ല കഴിഞ്ഞ കാലത്ത് അങ്ങനെ നടന്നതിന് തെളിവില്ല എന്നൊക്കെ KM മൗലവി പച്ച മലയാളത്തിൽ ചരിത്രം അയാൾ പറഞ്ഞില്ലേ? അതിന് തെളിവില്ല ചരിത്രത്തിലേന്ന്. അതിനെതിരെ അല്ല, ചരിത്രത്തിൽ തെളിവുണ്ടെങ്കിൽ അത് ഉദ്ധരിക്ക്. ഫിഖഹിന്റെ കിതാബ് ചരിത്രം പറയണ കിതാബല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു നിയമം ഫിഖഹിന്റെ കിതാബിലോട്ട് പറഞ്ഞിട്ടില്ല. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അത് ചർച്ച ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ്
ന്യായം കൊണ്ടാണല്ലോ നമ്മൾ തുടങ്ങിയത്. ആ ന്യായം എന്തായി എന്ന് തീരുമാനിക്കണം. ഖുതുബ പരിഭാഷപ്പെടുത്താൻ ഖുർആനിൽ തെളിവില്ല, ഹദീസിലും തെളിവില്ല. ഹദീസിൽ ആകെ ഖുതുബോധമുള്ള തെളിവെന്താ? ലിൽ ഇത്തിബാഇയാണ്, റസൂലുള്ളാഹിനെ പിൻപറ്റണമെന്നാണ് അതിന്റെ അർത്ഥം. അത് എന്തിലൊക്കെ പിൻപറ്റണം? ഞാൻ നേരത്തെ പറഞ്ഞു, ഖുതുബ വേണമെന്ന വിഷയത്തിൽ പിൻപറ്റണം, അത് ജുമന്റെ നിസ്കാരത്തിന്റെ മുമ്പാകണമെന്ന വിഷയത്തിൽ പിൻപറ്റണം, അത് 2 ഖുതുബയാകണമെന്ന വിഷയത്തിൽ പിൻപറ്റണം, 2ന്റെ ഇടയിൽ ഇരിക്കണമെന്ന വിഷയത്തിൽ പിൻപറ്റണം, ഓതുന്ന ആള് പുരുഷനാകണമെന്ന വിഷയത്തിൽ പിൻപറ്റണം, ഓതുമ്പോൾ എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടാകണമോ എന്ന വിഷയത്തിൽ പിൻപറ്റണം, മാത്രമല്ല ഓതുന്ന ആൾക്ക് ഔറത്ത് മറച്ചിരിക്കണം എന്ന വിഷയത്തിൽ പിൻപറ്റണം, ഓതുമ്പോൾ വുദു ഉണ്ടായിരിക്കണം എന്ന വിഷയത്തിൽ പിൻപറ്റണം, അത് വെള്ളിയാഴ്ചയായിരിക്കണം എന്ന വിഷയത്തിൽ പിൻപറ്റണം, ളുഹറിന്റെ സമയത്തായിരിക്കണം എന്ന വിഷയത്തിൽ പിൻപറ്റണം, മാത്രമല്ല അറബി ഭാഷയിലായിരിക്കണമെന്ന വിഷയത്തിലും പിൻപറ്റണം. അല്ലേ? അതാണ് ലിൽ ഇത്തിബാഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായന. ഇത് നിങ്ങൾ എല്ലാ ഇത്തിബാവും സ്വീകരിക്കണം, ഭാഷന്റെ ഇത്തിബാവ് മാത്രം സ്വീകരിക്കാത്തത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകണില്ല. ഞാൻ ആദ്യത്തെ വട്ടം തന്നെ നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ അതിന് മറുപടി പറയാൻ ശ്രമിച്ചു. പദത്തിന്റെ ഇത്തിബാവ് പറഞ്ഞുകൊണ്ട് എന്റെ മറുപടിയിൽ അത് പൊളിഞ്ഞു. പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി മിണ്ടണേല്ല. എന്തേ ന്യായം പോയോ? പിന്നെ നിങ്ങൾ ഉത്ബോധനമാണ് എന്ന് പറയാൻ നോക്കി, ഉത്ബോധനം നടന്നില്ല. വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, പരിശുദ്ധ ഖുർആനും ഉത്ബോധനമാണ് എന്ന് ഖുർആൻ ഓതിയിട്ട് ഞാൻ തെളിയിച്ചു. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പറയാൻ നോക്കി ഖുതുബ ജനങ്ങളോടാണ്, നിസ്കാരം അള്ളാഹുവോടാണ്. ഞാൻ പറഞ്ഞു അല്ല, ഖുതുബയിൽ ജനങ്ങളോടുണ്ട്, അള്ളാഹുവോടുണ്ട്, നിസ്കാരത്തിലും ജനങ്ങളോടുണ്ട്, അള്ളാഹുവോടുണ്ട്. അതോടുകൂടി ആ ന്യായങ്ങളൊക്കെ അങ്ങോട്ട് പൊളിഞ്ഞു. ഇനി പൊളിയാത്ത ഏതെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ പറയ്, അല്ലെങ്കിൽ പിന്നെ എന്ത് പറയണ്ട, ന്യായല്ല എന്ന് പറയും. മൈക്കോട്ടെ. ഞാൻ ന്യായത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ഞാൻ വളരെ തുടക്കത്തിൽ തന്നെ ഈ വാർത്തന്റെയും പ്രമാണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഖുതുബ അറബി ഭാഷയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പൂർവികന്മാർ അതിനെ മനസ്സിലാക്കിയത്? അത് ഞാൻ നേരത്തെ വായിച്ചു, നിങ്ങൾ അതേപ്പറ്റി മിണ്ടിയിട്ടില്ല. ഷറഹുൽ മുഅദ്ദബിൽ പറയുന്നു, യുഷ്തറത്ത് ഖൗലുൽ ഖുത്ബത്തി ബിൽ അറബിയ്യ ഫീഹി തരീഖാൻ. ഖുതുബ അറബി ഭാഷയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ 2 വഴിയുണ്ട്. വബിഹി അജ്മഅൽ ജംഹൂർ, അതിലാണ് പണ്ഡിതന്മാർ ഏകോപിച്ചത്. യുഷ്തറത്ത് കൗനുഹു അറബിയ്യ ലിഅന്നഹു ദിക്റുൻ മഫ്റൂദുൻ فشرط فيه عربية وثاني يشترط وثاني مستحب ولا يشترط لأن المقصود الواضح لأن المقصود الواضح هو حاصل بكل لغات. എന്നിട്ട് മിൻഹാജ് എന്ന ഗ്രന്ഥം അതിനെ വിശദീകരിക്കുന്നു. യുഷ്തറത്ത് ഖൗനുഹ അറബിയ ഐ കുല്ലിഹ ഐ കുല്ലി അർക്കാനിഹ വലാ യദുറു ഗൈറുൽ അറബിയ്യ ഫി ഗൈറു അർക്കാനി വഇൻ അറഫഹ. അറബി ഭാഷ അറിയാമെങ്കിൽ തന്നെയും അർക്കാനുകളല്ലാത്ത മറ്റു കാര്യങ്ങൾ അനറബി ഭാഷയിൽ നിർവഹിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല എന്ന് ഷറഹുൽ മുഅദ്ദബിനെ പോലെ, മിൻഹാജിനെ പോലെ, മഹല്ലിയെ പോലെ ഷാഫി മദ്ഹബിലെ പ്രാമാണികമായ ഗ്രന്ഥങ്ങൾ എടുത്തുദ്ധരിച്ച്, അതാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത്. നിങ്ങളുടെ പണ്ഡിതന്മാർ പോലും മനസ്സിലാക്കിയത് ഖുതുബയുടെ അനുബന്ധ ഭാഗങ്ങൾ അനറബി ഭാഷയിൽ നിർവഹിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. മുജാഹിദ് പള്ളികളിലും ആ രൂപത്തിലാണ് നടക്കാറുള്ളത്. ജമാലെ എന്തൊരു ഉഷാറുണ്ട്! എന്തേപ്പോ പ്രമാണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രമാണബദ്ധമായിട്ടാണ് സംസാരിച്ചത് എന്നാ പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്താപ്പ ആ ഊതി ഹദീസിനെ ഒന്നുകൂടി ഓതിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞു? നിങ്ങളുടെ പണ്ഡിതന്മാർ, അതാണ് ഇപ്പൊ നിങ്ങളെ പ്രമാണം. ഞങ്ങളെ പണ്ഡിതന്മാര് പറഞ്ഞത് പാളക്കിത്താബാണെന്നാണ് ഇതുവരെ മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ പ്രസംഗിച്ചിറങ്ങിയത്. ഇപ്പൊ നിങ്ങൾ പ്രമാണം വെച്ചിട്ടാണ് സംസാരിക്കണതെന്ന് പറയാം. ഇന്നലെ പ്രമാണം എന്താ ഊതി? നിങ്ങളെ പണ്ഡിതന്മാര്. ഞങ്ങളെ പണ്ഡിതന്മാര് പറഞ്ഞതിന്റെ അർത്ഥം വെക്കണമെന്ന് മുജാഹിദ് കുട്ടികളെ നിങ്ങൾ വളർന്നിട്ടില്ല. നിങ്ങൾക്ക് അതല്ല അറിയേണ്ടത്. നിങ്ങളിപ്പോ വായിച്ച കോലം കേട്ടാ അറിയാലോ ഇപ്പൊ അർത്ഥം വെക്കാൻ ആരെ പഠിപ്പിച്ചെന്ന്. മനസ്സിലായോ? നിങ്ങൾക്ക് വല്ല ഏതെങ്കിലും അഫ്ദലുൽ ഉലമ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന കോളേജിൽ പഠിക്കണ ഏതെങ്കിലും ഡ്രാമന്റെ പുസ്തകമൊക്കെ അർത്ഥം വെച്ച് പഠിച്ച ശീലുണ്ട് എന്നല്ലാതെ ഫിഖ്ഹിന്റെ കിതാബും തസവുഫിന്റെ കിതാബൊക്കെ അർത്ഥം വെച്ച് പഠിച്ച ശീലുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളെ ഇമാമിങ്ങൾ പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാത്ത പ്രശ്നമാണ്. ഞാനിതാ 300 ഐഡികളെ സാക്ഷി നിർത്തിയിട്ടല്ലേ പറയണത്. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഞങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി തരും. അല്ലാതെ നിങ്ങളതിൽ കൊടുക്കാൻ പറയല്ല. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്താണ് ഞങ്ങളെ ഇമാമിങ്ങൾ പറഞ്ഞത്? ഞാൻ അടിവരയിട്ട് പറയുന്നു, ഞങ്ങൾ ഖുതുബന്റെ വിഷയത്തിൽ ഇപ്പോൾ വാദിക്കുന്ന വാദം എന്താണോ അത് ഞങ്ങളെ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാ. അതിനെതിരെ ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ച ഇബാറത്തുകളുടെ ഒന്നും ആശയവും അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകാത്ത കുഴപ്പാണ്. അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടോ ഓരോന്ന് വേർഡ് ബൈ വേർഡായി ഇൻഷാ അല്ലാഹ് അത് വായിച്ച് അർത്ഥം വെച്ച് അതിന്റെ ആശയം ഞങ്ങൾ വിശദീകരിച്ചു.
അതിലൊന്നും നിങ്ങൾ ബേജാറാകണ്ട. നമ്മൾ ഇന്നലെ STV കൂട്ടി പോകണമെന്നില്ലല്ലോ. നാളെ നമുക്ക് ചർച്ചകൾ നടക്കണ്ടേ? ഇൻഷാ അല്ലാഹ് അത് ഞങ്ങൾ പറഞ്ഞു തരും. പക്ഷേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ഞാൻ ആദ്യം തന്നെ പ്രമാണം വെച്ചിട്ടാണ് പറഞ്ഞു. നിങ്ങൾ എന്ത് പ്രമാണം അവിടെ വെച്ച്? അതൊന്ന് കേൾക്കട്ടെ, എനിക്ക് കേൾക്കാൻ നല്ല പൂതിയുണ്ട്. ഞാൻ ഇത്ര നേരം നിങ്ങളോട് ചർച്ച ചെയ്തിട്ട് ഖുത്ബക്ക് പരിഭാഷ പറ്റും എന്ന വിഷയത്തിന് ഒരു പ്രമാണം നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മല്ല. ചിലപ്പോ എന്റെ ഓർമ്മ കുറവുകൊണ്ടിരിക്കും കേട്ടോ, പറയാൻ പറ്റില്ല. നമ്മളൊരു മനുഷ്യനല്ലേ, എന്റെ ഓർമ്മ കുറവുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഓതിയത് ഞാൻ കേൾക്കാതെ പോയതുകൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് ഓർമ്മല്ല ഒരു പ്രമാണം നിങ്ങളോട് ഓതിയത്. ആയിക്കോട്ടെ, നമ്മൾ വെറുതെ അതിനെ പേര് തർക്കിക്കണ്ട. നിങ്ങൾ മൈക്കെടുത്തിട്ട് ഖുത്ബ അറബി ഭാഷയിൽ അല്ലാതെ പറ്റും, മറ്റു ഭാഷയിലുമാകാം എന്നതിനൊരു പ്രമാണം പറഞ്ഞാൽ കുഴപ്പമില്ല. ഇത് കർമ്മശാസ്ത്ര കിതാബ് വായിക്കരുത്, ഞങ്ങൾക്കല്ലേ പ്രമാണമാവുള്ളൂ. കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ അങ്ങനെ ഇല്ലേ ഇല്ല. നിങ്ങൾ പറഞ്ഞത് ഫിഖ്ഹിലില്ല, ഷാഫി മദ്ഹബിന്റെ ഫിഖ്ഹിലില്ല. അത് ഞാൻ പറഞ്ഞുതരും. അതേ സ്ഥാനത്ത് ഷാഫി മദ്ഹബിന്റെ ഫിഖ്ഹിന്റെ മുഴുത്തമതായ അഭിപ്രായം എന്താണ് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് ഇവിടെ ചർച്ച ചെയ്യാം. നിങ്ങളെ പ്രമാണം എന്താ? ഞാൻ ചോദിക്കട്ടെ, പരിഭാഷപ്പെടുത്തുന്നത് മുജാഹിദീങ്ങളല്ലേ? ഓലെ പ്രമാണം എന്താ? ഷാഫി മദ്ഹബിന്റെ ഫിഖ്ഹ അല്ലല്ലോ, ഖുർആനും സുന്നത്തും അല്ലേ? ഞാൻ പരിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് ഓതിയിട്ട് ഖുത്ബ വാഴ്ത്താലുമെന്നാൽ അല്ല, ഹദീസ് ഓതിയിട്ട് നിങ്ങളൊന്ന് തെളിയിക്കി, രണ്ടാലൊന്ന് തെളിയിക്കണം. ആ പ്രമാണം കേൾക്കാനാണ് ഇനി ഞാൻ ജമാൽ കൊടുവള്ളിക്ക് മൈക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം ഞാൻ എല്ലാം പ്രമാണം വെച്ചാണ് ഇവിടെ സംസാരിച്ചത് എന്ന് നിങ്ങൾ പറയുമ്പോ ഇവിടെ പുതിയതായി കയറി വന്ന ഐഡിയകളുണ്ട്. നമ്മൾ സംസാരം തുടങ്ങുമല്ലാത്ത അവർക്ക് തോന്നും നിങ്ങൾ തുടക്കത്തിൽ എന്തോ ഒരു ആയത്ത് ഇവിടെ ഓതിയിട്ട് തന്നെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഹദീസ് ഓതി സമർത്ഥിക്കുക തന്നെയാണ് ചെയ്തത് എന്ന് തോന്നും. അത് തോന്നാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങട്ടെ. അവിടെ നിങ്ങൾ അങ്ങനെ ഒരു പ്രമാണം ഉണ്ടെങ്കിൽ ഇനി മൈക്കെടുത്തിട്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്ത്, റസൂലുള്ളാഹിന്റെ ഹദീസ്, ഖുത്ബ പരിഭാഷയാകാം എന്ന വിഷയത്തിനൊന്ന് ഓതിയാൽ എല്ലാവർക്കും കേൾക്കാമായിരുന്നു. പ്രിയ സുഹൃത്ത് ജമാൽ മൈക്കിലേക്ക് വന്നു. അള്ളാന്റെ റസൂല് ജനങ്ങളെ പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഖുതുബയാണ് ഉപയോഗിക്കാറുണ്ടായിരുന്നത്. കാന യുദക്കിറു നാസ് എന്ന പ്രമാണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കഴിഞ്ഞു പോയിട്ടുള്ള ഈ പണ്ഡിതന്മാരെല്ലാം തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചത്. ഖുതുബയുടെ പരിഭാഷയെ പറ്റിയുള്ള ചർച്ചകളെല്ലാം ആ ഖുതുബയുമായി ബന്ധപ്പെട്ട ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ നടന്നത്. ഞാൻ 2 ഭാഗത്ത് വായിച്ചു നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന്. നിങ്ങൾ അതേപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ഇത് തന്നെയാണ് എന്റെ തെളിവ്. ഇത് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം പറഞ്ഞ വാദം, ഒന്നാമത് എന്റെ ചർച്ച തുടങ്ങുന്ന സമയത്ത് നമസ്കാരം പോലെയാണ് ഖുതുബ എന്ന് നിങ്ങൾ വരുത്തി തീർക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ ഗണ്ണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് നിയ്യത്തിന്റെ വിഷയം ചോദിച്ചത്. ഖുതുബയിൽ മലയാളം പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ നമസ്കാര സുഹൃത്തെ, ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞു, നമ്മൾ ഓരോന്നോരോന്ന് ചർച്ച ചെയ്യാന്ന്. നിങ്ങളിപ്പോ പറഞ്ഞ വിഷയമൊക്കെ നമ്മൾ അവിടെ നിന്ന് പോകുന്നതാണ്. അത് പിന്നെ നിങ്ങൾ ചർച്ചക്ക് ഇട്ടിട്ട് അതന്നെ വേറൊന്നിന്റെ മൂട്ട് കൊണ്ടുപോയി വെച്ചാൽ ഞാൻ ഏതിനാ നിങ്ങൾക്ക് ജവാബ് പറയാ? ഓരോന്നോരോ നിങ്ങൾ പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരം വിളിക്കണവരെ പറയാലോ. ഇപ്പൊ ഞങ്ങളോട് നേരത്തെ ചോദിച്ചു വെച്ചാ എന്താ? നിങ്ങൾ ഖുത്ബ അറബി അല്ലാത്ത ഭാഷയിൽ പറ്റുമെന്നതിന് പ്രമാണം ഓതാൻ പറഞ്ഞു. നിങ്ങളെന്താ ഓതിയത്? കാന യുദക്കിറുൻ നാസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു അല്ലെ? അത് ഞങ്ങൾ ഓതിയത് അല്ലെ? ഖുത്ബയിൽ റസൂലുള്ളാഹി ജനങ്ങളെ ഉത്ബോധിപ്പിക്കാറുണ്ടായിരുന്നു. തർക്കയിലില്ല. ഞാൻ തർക്കിച്ചിട്ടില്ല. ഞങ്ങൾ ആരും എതിര് പറഞ്ഞിട്ടില്ല. ഖുത്ബ ഉത്ബോധിപ്പിക്കേണ്ടത് തന്നെ. പക്ഷെ ഭാഷ അറബി അല്ലാത്ത ഭാഷയിലാകാം എന്നതിന് ഹദീസ് എവിടെയെന്നാണ് ചോദിച്ചത്. അതുണ്ടെങ്കിൽ ആ ഹദീസ് ഇങ്ങോട്ട് ഓതി, എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോന്നോരോന്ന് ചർച്ച ചെയ്യാം. മൈക്കെടുത്തോളി, ഓതിക്കോളി. നിങ്ങൾ വേറെ വിഷയങ്ങളൊന്നും അതിന്റെ കൂടെ വലിച്ചിടരുത്. അത് ഓരോന്നോരോന്ന് നമുക്ക് ചർച്ച ചെയ്യാം. കാരണം ആളുകൾക്ക് വിഷയം തിരിയാതെ പോകരുത് എന്ന കാരണം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിൽ ഹദീസ് ഉണ്ടെങ്കിൽ ഓതി, മൈക്കെടുത്തോളി. എന്നാൽ ആ നിയ്യത്ത് മലയാളത്തിൽ പറയാം എന്നതിനുള്ള ആയത്തോ ഹദീസോ നിങ്ങളൊന്നും ഇങ്ങോട്ട് ഓത്. അതിനുശേഷം ഖുതുബന്റെ നിയ്യത്തിന്റെ ഖുതുബയുടെ പരിഭാഷയുടെ തെളിവ് അങ്ങോട്ട് വായിച്ചു തരാം. ഇതാണ് അതിനുള്ള മറുപടി. കാരണം നമ്മൾ ചർച്ച തുടങ്ങിയത് അവിടെ തന്നെയാണല്ലോ. ഞാൻ ഇവിടെ മുസ്ലിമിലെ ഹദീസാണ് ഉദ്ധരിച്ചത്. കാന ഖുതുബത്തൈനി ലിനബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ലിസു ബൈനഹുമാ വയഖറഉ ആയാത്തി മിനൽ ഖുർആനി വയുദക്കിറു നാസ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് നേരത്തെ വായിച്ച ഈ വാർത്തകളൊക്കെ ഷാഫി മദ്ഹബിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് തെളിവ് മലയാളത്തിൽ നിർവഹിക്കാം എന്നതിന് നിങ്ങൾക്ക് തെളിവാണ് വേണ്ടതെങ്കിൽ നമസ്കാരത്തിൽ നിയ്യത്ത് ഒന്നാമത്തെ ഫർദ് തന്നെ പരിഭാഷപ്പെടുത്താം എന്നതിന് നിങ്ങളുടെ പ്രമാണം എന്ത്? ആ ആയത്തോ ഹദീസോ ഒന്ന് ഇങ്ങോട്ട് വായിക്കും. എന്തിനാ സുഹൃത്ത് ജമാലെ ആവേശം മൂത്തിട്ട് മറവി അഭിനയിക്കണം നിങ്ങള്? നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പോ
ഞാനത് തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇവിടേക്കൊക്കെ എത്തിയത്. ഇനി മറവി അഭിനയിക്കേണ്ട ആവശ്യം, ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ റുക്കിന് പരിഭാഷപ്പെടുത്തുക എന്നത് സാധ്യമല്ല. ഒന്നാമത്തെ റുക്കിന് നിയ്യത്താണ്, നിയ്യത്തിന്റെ സ്ഥലം കൽബാണ്, അത് നാവല്ല. ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ ചർച്ച ചെയ്ത് അവിടുന്ന് പോകുന്നതല്ലേ. പിന്നെന്താ രണ്ടാമത് ഞാൻ പറഞ്ഞു എന്തിനാണ് നിയ്യത്ത് പരിഭാഷപ്പെടുത്തുക എന്ന ഒന്നില്ല. അതേ സ്ഥാനത്ത് നിയ്യത്ത് കൽബ് കൊണ്ട് ചെയ്യുമ്പോ ആ കൽബിൽ വരുന്ന നിയ്യത്തിനെ സഹായിക്കാൻ, അതായത് കൽബിൽ അത് കൊണ്ടുവരുന്നത് എളുപ്പമാകാൻ കൽബിൽ കൊണ്ടുവരുന്നതിന്റെ തൊട്ടു മുമ്പ് നാവ് കൊണ്ട് ഉച്ചരിക്കണം. അതാണ് പറഞ്ഞത് അല്ലേ. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തില്ലേ. നിങ്ങൾ ചോദിച്ചു അത് നാവ് കൊണ്ട് ഉച്ചരിക്കണതിന് തെളിവെന്തെങ്കിലും ഉണ്ടോ, മലയാള ഭാഷയെ പറ്റുന്നുള്ളൊരു തെളിവുണ്ടോ? ഞാൻ നേരത്തെ സൂപ്പർ മറുപടി പറഞ്ഞതിൽ നിങ്ങൾക്ക് തെളിവെന്താ? തെളിവ് കേട്ടോ. അവിടെ നാവ് കൊണ്ട് നിയ്യത്ത് ഉച്ചരിക്കൽ സുന്നത്താണ്. ബിൽ മൻവിയ്യി എന്ന് പറഞ്ഞിട്ട് കർമ്മശാസ്ത്ര കിതാബിൽ എവിടെയും ലിൽ ഇത്തിബായി എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് ലിയുസാഇദൽ ലിസാനുൽ ഖൽബ എന്നാണ് പറഞ്ഞത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് ചെയ്യണം എന്നല്ല. ഒരു കാര്യം ചെയ്യൽ സുന്നത്താകണമെങ്കിൽ റസൂലുള്ളാഹി ചെയ്താലേ സുന്നത്താകൂ എന്നില്ല. അള്ളാന്റെ റസൂല് ചെയ്തത് സുന്നത്താണ്, റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ചത് സുന്നത്താണ്, റസൂലുള്ളാഹി അംഗീകരിച്ചത് സുന്നത്താണ്, പരിശുദ്ധ ഖുർആന്റെ വ്യാപകാർത്ഥത്തിലുള്ള കൽപ്പനയിൽ ഉൾപ്പെട്ടത് സുന്നത്താണ്, ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടത് സുന്നത്താണ്, ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെട്ടത് സുന്നത്താണ്. സുന്നത്താകണമെങ്കിൽ എന്തേ ഉള്ളൂ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സുന്നത്താ. ഏതാകാം, ഹദീസാകാം, ഇജ്മാ ആകാം, ഖിയാസ് ആകാം, ഏതും ആകാം. അപ്പോ ലിസാനുൽ ഖൽബ എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആന്റെ വ്യാപകമായ നിർദ്ദേശത്തിന്റെ പരിധിയിൽ വരുന്നത് കൊണ്ടാണ് അത് സുന്നത്തായത്. അല്ലാതെ ലിൽ ഇത്തിബായി റസൂൽ അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് ഇത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പോയല്ലോ. എന്തിനാ വെറുതെ രണ്ടാമത് എന്നെ കൊണ്ടത് പറയിപ്പിക്കണത്? ജമാൽ സാഹിബെ, നിങ്ങൾ വെറുതെ മറവി അഭിനയിക്കല്ലേ. അല്ലെങ്കിൽ പറഞ്ഞു ഏതായാലും ഒരു സന്തോഷമുണ്ട്, നേരത്തെ കേൾക്കാത്ത കുറെ ആൾക്കാർക്ക് ഇത് കേൾക്കാനായല്ലോ എന്നുള്ള സന്തോഷം. അതേ സ്ഥാനത്ത് ഖുത്ബ എടുക്കുക. നമ്മള് ഖുത്ബയിൽ എന്താ പറഞ്ഞത്? ജുമഅക്ക് 2 ഖുത്ബ നിർബന്ധമാണ്, ലിൽ ഇത്തിബായി. 2 ഖുത്ബ വേണം, ലിൽ ഇത്തിബായി. അത് നിസ്കാരത്തിന്റെ മുമ്പാകണം, ലിൽ ഇത്തിബായി. മാത്രമല്ല ആ 2 ഖുത്ബന്റെ ഇടയിൽ ഇരിക്കണം, ലിൽ ഇത്തിബായി. ആ ഖുത്ബയിൽ ഹംദും സലാത്തും അങ്ങനെ പലതും വേണം. അവിടെയൊക്കെ പറയാ ലിൽ ഇത്തിബായി. അത് ളുഹറിന്റെ സമയത്താകണം, ലിൽ ഇത്തിബായി. വെള്ളിയാഴ്ച ദിവസമാകണം, ലിൽ ഇത്തിബായി. എന്താ ഇതിന്റെ അർത്ഥം? റസൂലുള്ളാഹി അങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് വേണം. അങ്ങനെ ഓരോന്നോരോന്ന് കൂട്ടിക്കോ, ഐ വെച്ചോ. അറബി ഭാഷയിലാകണം. എന്താ കാരണം? ലിൽ ഇത്തിബായി. റസൂലുള്ളാഹി അങ്ങനെയാണ് ചെയ്തത്. ഖുത്ബന്റെ അവിടെ അതാണ് തെളിവ്. ആകെ ഖുത്ബക്കെന്നുള്ള തെളിവ് ഇത്തിബാ. അപ്പൊ ഖുത്ബക്ക് ഇത്തിബാ തെളിവെടുക്കുക, ഭാഷക്ക് ഇത്തിബാ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ സൂത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അവിടുന്ന് ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ പോകുന്നത്. പിന്നെ നിങ്ങൾ കുടുങ്ങിയെന്നുണ്ടപ്പോ പിന്നെ നിങ്ങൾ ഇന്നെ പിടിച്ചു വെച്ച് തലക്കൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. മനസ്സിലായോ? ഇതൊക്കെ ചർച്ച ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് സുഹൃത്തെ. അപ്പൊ നിങ്ങൾക്ക് ഹദീസ് തെളിവില്ല. ഉത്ബോധനം നടത്തി എന്നതിനെ ഹദീസ് തെളിവുള്ളൂ. ഭാഷ അറബി അല്ലാത്തതായി എന്നതിന് തെളിവില്ല. അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയതിന് ഒരു തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടരി. അതല്ലേ ഞങ്ങൾ പറയണത്. തെളിവില്ലേ എന്നാ ന്യായം ഒന്ന് പറഞ്ഞു നോക്കി. അങ്ങനെയൊക്കെയുള്ള ഒരു മട്ടം. തെളിവില്ല, സമ്മതിച്ചു നിങ്ങൾ. അല്ല, നിങ്ങൾ തുറന്ന് സമ്മതിക്കാൻ ചിലപ്പോ നിങ്ങൾ മടി ഉണ്ടാവും, പക്ഷെ സമ്മതിച്ചത് പോലെയാണ്. കാരണം എന്താ? തെളിവ് നിങ്ങൾ പറയണില്ല. നിങ്ങൾ എന്താ തെളിവ് ഓതിയത്? റസൂലുള്ളാഹി ഉത്ബോധിപ്പിക്കലുണ്ടായിരുന്നു. അതിനാരെയും എതിര് പറഞ്ഞ ഉത്ബോധിപ്പിക്കണതിന്? അതിന്റെ ഉത്ബോധനം എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാ. അതിന്റെ ഭാഷ ഉണ്ടാവും. അതിന്റെ ഭാഷയിലാ തർക്കം. ഉത്ബോധനത്തിൽ നമ്മൾ തർക്കമല്ല, ഭാഷ ഏതാണെന്നുള്ളടുത്ത തർക്കം. ആ തർക്കത്തിന് അതിന് ഭാഷ അറബി അല്ലാത്തത് പറ്റുന്നുള്ളതിന് ഹദീസ് തെളിവുണ്ടെങ്കിൽ ആ ഹദീസ് കേൾക്കാനാണ് ഇപ്പൊ മൈക്ക് തരുന്നത്. പ്രിയപ്പെട്ട സുഹൃത്ത് ജമാല് ഞങ്ങളെ നിരാശപ്പെടുത്തൂല, നിങ്ങൾ വിശ്വസിക്കണം. എത്രയോ ആൾക്കാർ ഇത് കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഇൻഹുവ ഇല്ലാ ദിക്റുൽ ആലമീൻ എന്നും പറയാണ്, വമാഹുവ ഇല്ലാ ദിക്റുൽ ആലമീൻ എന്നും പറഞ്ഞാണ്. രണ്ടും അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ. അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞ ഉത്ബോധനാണ് എന്നാ. ഖുർആൻ ഉത്ബോധനാണ്, ഖുതുബ ഉത്ബോധനാണ്. അതുകൊണ്ടെന്താ? നമ്മളെ വിഷയം ഉത്ബോധനാണോ അല്ലേ എന്നുള്ളതല്ല. നമ്മളെ വിഷയം എന്താ?
ഭാഷ ഏതാണെന്നുള്ളതിലാ. അപ്പൊ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ പറ്റും എന്നതിന് തെളിവുണ്ടെങ്കിൽ ഞങ്ങളെ നിരാശപ്പെടുത്താതെ ജമാൽ എന്ന സുഹൃത്ത് ആ ഹദീസ് ഇങ്ങോട്ട് ഓതണം. ഞങ്ങൾക്കത് കേൾക്കാൻ നല്ല പൂതിണ്ട്. നിങ്ങൾ ഫിഖിന്റെ കിതാബിന്റെ വിഷയത്തിൽ ഒന്നും ചർച്ച ഇപ്പൊ കൊണ്ടോണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പേടിയാണെന്ന് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ഇത്രയും ആളുകളെ സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞു, ചർച്ച അവസാനിച്ചാൽ നമുക്ക് ഫിഖിലേക്ക് കണ്ടുവരാം. യാതൊരു വിരോധവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഒന്ന് മൈക്കെടുത്തിട്ട് നിങ്ങളെ ഹദീസ് ഒന്ന് ഓതി ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അപ്പോ ഒരു കാര്യം സുന്നത്താകുന്നത് ഞാൻ പഠിച്ചത് റസൂലുള്ളാഹിന്റെ ഖൗല്, ഫിഅല്, തഖ്രീർ ഈ 3 കൊണ്ടാണ്. എന്നാൽ നമസ്കാരത്തിൽ മലയാളത്തിൽ നിയ്യത്ത് വെക്കുന്നത് സുന്നത്താണ് എന്നതിന് നിങ്ങൾ തെളിവായിട്ട് പറഞ്ഞത് ഖുർആനല്ല, ഹദീസല്ല, മറിച്ച് പണ്ഡിതന്മാരുടെ ഏതോ പണ്ഡിതന്മാരുടെ കൗലുകളാണ്. എന്നാൽ നിങ്ങളുടെ ഷാഫി മദ്ഹബിൽ ഉത്തരവാദിത്തപ്പെട്ട പണ്ഡിതന്മാരുടെ കൗല് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ട് നിങ്ങൾക്കത് സ്വീകാര്യമല്ല. എന്നാൽ നിയ്യത്ത് മലയാളത്തിലാക്കാം എന്നതിന് നിങ്ങളുടെ അല്ല ജമാലെ, ഇപ്പോഴത്തെ ഹദീസ് ബുഖാരിയിലെ എത്ര നമ്പർ ഹദീസാ? പൊന്നാര ജമാലെ, ആൾക്കാര് മുജാഹിദിനെ വിലയിരുത്തിയില്ലേ? ഹദീസും ആയത്തുണ്ടെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർ ഖുതുബ പരിഭാഷപ്പെടുത്തിയിട്ട് അതിന് ഹദീസ് തെളിവ് വെച്ചപ്പോ ജമാല് അടിക്കണ ബബ്ബന്റെ ഊക്കാണിപ്പത്. ആളുകൾ നിങ്ങളെ വിലയിരുത്തുക സുഹൃത്തെ. എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയാലും ആ ഹദീസ് ഉണ്ടെങ്കിലൊന്ന് ഓതി. നിങ്ങൾ ഹദീസ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഓതി. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ പഠിച്ച സുന്നത്ത് ഇതാണ്. സുന്നത്തിന് 3 അർത്ഥമുണ്ട്. അതറിയുന്നത് എന്താ ചെയ്യ? മൗലവിമാര് പറഞ്ഞതാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, അതിന്റെ അബദ്ധാണ് ഇതൊക്കെ. സുന്നത്തിന് 3 അർത്ഥമുണ്ട്. എല്ലാ സുന്നത്തും നിങ്ങൾ റസൂലുള്ള പറഞ്ഞതും ചെയ്തതുവാ, അംഗീകരിച്ചതാ. അതിന്റെ അപ്പുറത്ത് സുന്നത്തൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഖുതുബയിൽ സ്വലാത്തില്ലണല്ലേ? അത് റസൂൽ പറഞ്ഞതോ ശിവത്തിൽ പോലും അത് പഠിപ്പിച്ചിക്കണം. അത് അംഗീകരിച്ചോ? അതിന് തെളിവ്? അതിന് തെളിവൊന്നുമില്ല. കട്ട മൈക്ക് പോയോ? ഹലോ, മൈക്ക് പോയി വന്നു അല്ലെ? ആയിക്കോട്ടെ, മൈക്ക് പോയി വന്നു. ഞാൻ ചോദിച്ചതാണ് ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്തതും അംഗീകരിച്ചതും പറഞ്ഞതും മാത്രമാണ് സുന്നത്ത് നിങ്ങൾ പറയുകയാണെങ്കിൽ ജുമുഅന്റെ ഖുതുബയിൽ തന്നെ നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ഇല്ലൽ അതിന്റെ റുക്നാണെന്ന് പഠിപ്പിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടോ സ്വലാത്ത് പിന്നെ ഖുതുബയിൽ? മാത്രമല്ല ചെല്ലിയതായിട്ട് തെളിവുണ്ടോ? മാത്രമല്ല മറ്റുള്ളവർ ചെല്ലിയപ്പോൾ റസൂലുള്ള അംഗീകരിച്ചതായിട്ട് തെളിവുണ്ടോ? 3 തെളിവുണ്ടെങ്കിൽ പറയും. എന്തെങ്കിലും എല്ലായിടത്തും ഒരേ രീതിയിൽ കാണാത്ത ഞാൻ പറഞ്ഞതൊന്നല്ല. ഞാൻ പറഞ്ഞത് എന്താ? ഞാൻ പറഞ്ഞത് ഒരു കാര്യം സുന്നത്താകണമെങ്കിൽ റസൂലുള്ളാഹിന്റെ വാക്ക്, പ്രവൃത്തി, അംഗീകാരം എന്ന ഹദീസ് മാത്രമല്ല ഇതിന്റെ പ്രമാണം. നിങ്ങളിപ്പോ പറഞ്ഞത് 3 കൂടിയല്ല ഹദീസ് എന്ന് അതിനെ പറയാ. ആയത്തുണ്ടെങ്കിൽ അത് പ്രമാണമാണ്, ഇജ്മാ ഉണ്ടെങ്കിൽ അത് പ്രമാണമാണ്, ഖിയാസ് ഉണ്ടെങ്കിൽ അത് പ്രമാണമാണ്. ഈ 4 പ്രമാണങ്ങളെ കൊണ്ടും ഇനി 5ാമത്തെ ഒരു പ്രമാണം ഉണ്ട്. അത് നിങ്ങൾക്ക് കേട്ടാ തിരിയൊന്നും എനിക്കറിയില്ല. ഇസ്തിസ്ഹാബ് എന്നാണ് അതിന് പറയാ. ഈ 5ൽപ്പെട്ട ഏതെങ്കിലും ഒരു പ്രമാണമുണ്ടെങ്കിൽ അതുകൊണ്ടൊരു കാര്യത്തിന്റെ ഹുക്മ മനസ്സിലാക്കാൻ പറ്റും. 5ാമതൊരു പ്രമാണത്തിൽ ഒരു വിഷയം നിർബന്ധമായ രീതിയിലല്ലാതെ കൽപ്പന വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് സുന്നത്ത് എന്ന് പറയുന്നത്. മനസ്സിലാക്കിക്കോ. നേരത്തെ പറഞ്ഞ ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞ സുന്നത്ത് വേറെ, ഫർളും സുന്നത്തും ഹലാലും എന്നൊക്കെ പറയുന്നിടത്തുള്ള സുന്നത്തൊന്ന് വേറെ. ഇത് ഫിഖിന്റെ ഇസ്തിലാഹാണ്. ഈ ഫർളും സുന്നത്തും ഹലാലും എന്നൊക്കെ പറഞ്ഞ സുന്നത്ത് അതൊന്നും നമ്മളെ മൗലവിമാർക്ക് തിരിയില്ല. പിന്നെന്താ ചെയ്യാ? അതുകൊണ്ട് ജമാലെ വെറുതെ അയിമെന്നും പിടിച്ചു തൂങ്ങിയിട്ട് ഒന്നും കിട്ടൂല. ഇതൊക്കെ വിശദമായി വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങൾ STVക്ക് എന്നും വരി. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഒരു സങ്കടത്തോടെയാണെന്ന് പിരിയാമാണ്. എന്താ? മുജാഹിദ് എത്ര കാലമായി ഖുതുബ പരിഭാഷ നടത്താൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഖുർആനും സുന്നത്തും പഠിപ്പിക്കാത്ത ഒന്നും ചെയ്യൂല എന്ന് പറഞ്ഞ ആൾക്കാർ ഹദീസ് ചോദിച്ചിട്ട് പറയാനില്ല അല്ലേ? ഹദീസ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറയാനില്ല ഖുതുബ പരിഭാഷപ്പെടുത്തണേന്. എന്നാ ഹദീസ് ഇല്ല, ന്യായമാണ് എന്നോട് ന്യായം പറഞ്ഞു നോക്കി. ഹദീസ് ഇല്ല നിങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഹദീസ് ഉണ്ട്, പ്രമാണമുണ്ടെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ ഒറ്റ ഹദീസ് ഇതുവരെ വിഷയത്തിന് ഓതിയിട്ടില്ല. നിങ്ങൾ ഒരു ഹദീസ് ഓതി, മുസ്ലിമിന്റെ ഹദീസാണ്. ആ ഹദീസിൽ എന്താ ഉള്ളത്? റസൂലുള്ളാഹി ഉത്ബോധനം നടത്താറുണ്ടായിരുന്നു എന്നാ. ഉത്ബോധനത്തെ ആണോ അല്ലേ എന്നല്ല നമ്മളെ തർക്കം. ആ ഉത്ബോധനത്തിന്റെ ഭാഷ ഏതാണ് എന്നതിലാണ് തർക്കം. ആ തർക്കം തീർക്കാൻ ഉത്ബോധനമാണ് എന്ന് ഹദീസ് ഓതിയിട്ട് കാര്യമുണ്ടോ? ഭാഷ അറബി അല്ലാത്തത് പറ്റും എന്നതിന് വല്ല തെളിവുണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് ഓതി. അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. അതില്ലാത്തിടത്തോളം കാലം
വഹാബിസം വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. മൈക്കെടുത്തോളി, ഞങ്ങൾക്ക് തരുന്നത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയാനല്ല, അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാമെന്നാണ് തൗഫീഖ് ഉണ്ടെങ്കിൽ. ഞാൻ മൈക്ക് തരുന്നത് മുജാഹിദ് കുറെ കാലമായി ഖുതുബ പരിഭാഷപ്പെടുത്തുന്നു, അതിന് വാദിക്കുന്നു, അതിന് പ്രമാണമുണ്ടെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ആ പ്രമാണം ഒന്നിരിക്കൽ ഖുർആനാകണം, അല്ലെങ്കിൽ ഹദീസാകണം, അല്ലെങ്കിൽ ഇജ്മാ ആകണം, അല്ലെങ്കിൽ ഖിയാസ് ആകണം. ഏതാണ് ആ പ്രമാണം എന്ന് ഞാൻ ചോദിച്ചു. ഹദീസാണ് അവിടെയല്ല, ആ ഉത്ബോധിപ്പിക്കുന്ന ഭാഷയാണ് എന്ന തർക്കം. അത് അറബിയല്ലാത്ത ഭാഷ പറ്റും എന്നാണ് പറയുന്നത്. അതിന് പ്രമാണം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഓതി കേൾക്കട്ടെ. ഖുത്ബ ഉത്ബോധനമാണ് എന്ന് താങ്കൾ സമ്മതിച്ചു. എന്നാൽ ഈ ഉത്ബോധനം അനറബി ഭാഷയിലും ആകാമെന്ന് നിങ്ങളുടെ പണ്ഡിതന്മാരെ വ്യാഖ്യാനിച്ചതിനെയും ഞാൻ ഓതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജമാലെ, ഉസ്താദ് പറഞ്ഞതിന് മറുപടി പറയേ. കുറച്ചേരായി ഇപ്പൊ ഞാനും ഇതിങ്ങനെ കേൾക്കണം. ഇപ്പൊ വന്നപ്പോ ഇങ്ങനെ മനോഹരായി തോന്നിയിട്ടുണ്ട് ജമാലിന്റെ സംസാരം. ഇപ്പൊ തെളിവില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്തു, എനിക്കൊക്കെ ഇപ്പൊ ബോധ്യപ്പെട്ടു. ജമാലിന്റെ കയ്യിലൊന്നല്ല, മുജാഹിദുകളുടെ ആരുടെ കയ്യിലൊന്നുമില്ല. ജുമയുടെ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിക്കുന്നതിന് ഖുർആനിലും തെളിവില്ല, ഹദീസിലും തെളിവില്ല. അതുകൊണ്ടാണ് പിന്നെന്ത് ചെയ്യണം, മൂപ്പര് ഇടക്കിടക്ക് നിങ്ങളെ നേതാക്കൾ നിങ്ങളെ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് കിതാബിലുണ്ട്. അത് ചർച്ച ചെയ്യാന്ന് ഉസ്താദ് പറഞ്ഞല്ലോ. നിങ്ങൾ ആ ഖുർആനിലോ ഹദീസിലോ ഉള്ള തെളിവൊന്ന് പറയൂ. അതാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. പിന്നെ ദിക്ർ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്, ഉത്ബോധനം എന്നല്ല. അത് ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു തആല എത്ര സ്ഥലത്ത് പറഞ്ഞിരിക്കണ ജമാലെ? ഒരുപാട് സ്ഥലത്ത് ആയത്തുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആനിൽ അല്ലാഹു തആല ദിക്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് ഒരു 2 ഡസനിലധികം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനില് ദിക്ർ എന്നുള്ള ആ പ്രയോഗം തന്നെ ഖുർആനെ കുറിച്ച് ഒരു 2 ഡസനല്ല, ഒരു 50-ലധികം സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ അറബിയല്ലാത്ത ഭാഷയിൽ നിസ്കാരത്തിൽ പറ്റുമോ? ഇല്ല. അത് ജനങ്ങൾക്കുള്ള ഉത്ബോധനമാണ് എന്നുള്ള നിലക്ക് അല്ലാഹു തആല അത് ജനങ്ങൾക്ക് എല്ലാവരുടെയും ഭാഷയിലാണോ വ്യത്യസ്ത ഭാഷയിലാണോ ഇറക്കിയത്? അല്ല, ഖുർആൻ അറബിയിലല്ലേ. അപ്പൊ അതൊക്കെ ഉസ്താദ് പറഞ്ഞതാണ്. ഇവിടെ ഞങ്ങൾക്ക് കേൾക്കേണ്ടത്, ഞങ്ങളൊക്കെ കേൾക്കാനിരിക്കുന്നത് നിങ്ങളുടെ തെളിവാണ്. ഹദീസിൽ എവിടെയുള്ളത് അത് പറഞ്ഞോളൂ നിങ്ങൾ. ഞാൻ മൈക്ക് വിട്ടു, വേഗം പറഞ്ഞോളൂ. ഞാൻ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നേരത്തെ മൈക്ക് പോയതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ തോതിൽ ചില സമയത്ത് ചെറിയൊരു കട്ടേ വരുന്നുള്ളൂ, എന്നാലും അത് ബുദ്ധിമുട്ടില്ല, പ്രയാസം ഉണ്ടാക്കുന്നതല്ല. ഉസ്താദ് കേൾക്കുന്നുണ്ടെങ്കിൽ ഉസ്താദ് ഒന്നെടുത്താൽ ഞാൻ മൈക്ക് വിട്ടു. ഏതായാലും കുറെ നേരമായി ഇപ്പൊ ഞാൻ മൈക്കില് തുടരുന്നു. നമ്മളെ ജമാല് ഹദീസ് ഓതാത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. നിങ്ങൾ ഹദീസ് ഓതിയിട്ടില്ല സുഹൃത്തെ. ഭാഷക്ക് ഹദീസ് ഓതിയിട്ടില്ല. ഭാഷക്ക് ഹദീസ് ഉണ്ടെങ്കിൽ അത് ഓതുക, അല്ല നീ ന്യായാണ് തെളിവെങ്കിൽ അത് പറയാം. ന്യായങ്ങൾ നേരത്തെ കുറെ പറഞ്ഞു നോക്കി, അതൊക്കെ അള്ളാന്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ പൊളിച്ച് നിങ്ങളെ കയ്യിൽ തന്നിക്കണം. എല്ലാ ന്യായം പൊളിഞ്ഞു. ഇനി ഉത്ബോധനാണ് എന്നുള്ള ന്യായത്തിമ പിടിച്ചിട്ടാണ് നിങ്ങൾ അവസാനം പിടിച്ചിരിക്കണത് അല്ലെ? അത് ഞാൻ നേരത്തെ പൊളിച്ചതാണ്. ഞാൻ ചോദിക്കട്ടെ, ഉത്ബോധനമായതുകൊണ്ട് സദസ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകാം എന്നാണെങ്കിൽ എത്രയോ തവണ നേരത്തെ ചോദിച്ചു. ഇപ്പൊ തൊട്ടു മുമ്പ് കേൾവിക്കാരൻ ഉസ്താദും പറഞ്ഞു എന്ത്, പരിശുദ്ധ ഖുർആൻ ഉത്ബോധനമാണ് എന്ന് അല്ലാഹു തആല എത്ര സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിരിക്കണ്. അത് ജുമാ നിസ്കാരത്തിൽ അറബിയല്ലാത്ത ഭാഷയിൽ പറ്റുമോ പറ്റൂലേ? പറ്റുമോ പറ്റൂലേ? എനിക്കതേ ചോദ്യമുള്ളൂ. പറ്റുമോ പറ്റൂലേ? പറ്റുന്നാണോ ജമാല് പറയണത്? എന്നാ നമുക്ക് തർക്കമല്ല കേട്ടോ. അടുത്ത വെള്ളിയാഴ്ചകൾ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റാം? എന്ത് കാര്യത്ത് പറ്റാത്തത്? മിമ്പറുമ പറ്റും, മിഹ്റാബ് പറ്റും. പഠിച്ചോ, ഞാൻ എന്താ അങ്ങനെ? മിമ്പർ കുറച്ച് ഉയർന്ന സ്ഥലമായതുകൊണ്ടാ? മിഹ്റാബ് കുറച്ച് താഴ്ന്ന സ്ഥലമായതുകൊണ്ടാ? ഉയർന്നോടത്ത് കയറിയാൽ പറ്റും. ഉത്ബോധനത്തിന് ഭാഷ തിരിയണ ഭാഷയാകണം. അല്ല, താഴെക്കണ്ട് ഇറങ്ങിന്നാ പിന്നെ തിരിയണ ഭാഷ പറ്റൂല. അങ്ങനെയിട്ടുണ്ടോ? എനിക്കത് മനസ്സിലാണില്ല സുഹൃത്തെ. കാരണം പരിശുദ്ധ ഖുർആൻ അന്ന് വെള്ളിയാഴ്ച ഉറക്കാണ് ഓതുന്നത്. എന്തിനാ ഉറക്കോതുന്നത്? ജനങ്ങൾ കേൾക്കാനാ. അല്ലാതെ അള്ള കേൾക്കാൻ ഉറക്കോതണ്ടല്ലോ. അത് ഉറപ്പല്ല നിങ്ങൾക്ക്? നിങ്ങൾ നേരത്തെ പറയാം ഖുർആൻ ഓതുന്നത് അള്ളഹാനോടാണ്. വെള്ളിയാഴ്ച എന്തിനാ ഖുർആൻ ഉറക്കോതുന്നത്? വെള്ളിയാഴ്ച ജുമയ്ക്ക് എന്തിനാ ഉറക്കോതുന്നത്? വ്യാഴാഴ്ച ളുഹറിന് ഉറക്കോതിയിട്ടില്ലല്ലോ. വെള്ളിയാഴ്ച ജുമയ്ക്ക് ഇതാ ഉറക്കോതുന്നത്. അള്ള കേൾക്കാനാ? അല്ലല്ലോ.
അന്ന് മഹലിലെ ജനങ്ങൾ എല്ലാവരും കൂടെ എല്ലാവരും കൊണ്ട് കേൾക്കട്ടെ. എന്താ കേൾക്കണത്? ഉത്ബോധനം. ഏതാ ഉത്ബോധനം? പരിശുദ്ധ ഖുർആൻ. അത് ഉത്ബോധനം ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞു. എവിടെ പറഞ്ഞു? ഖുർആനിൽ പറഞ്ഞു. എത്ര സ്ഥലത്ത് പറഞ്ഞു? ഇപ്പൊ കേൾവിക്കാർ പറഞ്ഞു 50-ലധികം സ്ഥലത്ത് പറഞ്ഞു എന്നാ, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പൊ അത്ര സ്ഥലത്ത് അള്ളാഹ് അത് ഉത്ബോധനം എന്ന് പറയുന്നത്. ആ ഉത്ബോധനം ജനങ്ങൾക്ക് തിരിയണ്ടേ? എന്തേ വെള്ളിയാഴ്ച മിഹ്റാബിലുണ്ട് ഇറങ്ങി നിന്നിട്ട് നിങ്ങള്, ഓ വിശ്വാസികളെ, വെള്ളിയാഴ്ച നിങ്ങളെ ജുമഅക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ കച്ചവടം നിർത്തിവെച്ച് പെട്ടെന്ന് വരൂ. എന്താ പറയാത്തത്? അതെന്താ പറയാത്തത്? അങ്ങനെ നിങ്ങൾ പറഞ്ഞാല് പിറ്റത്തെ വെള്ളിയാഴ്ച 2 ആള് വേറെ വന്നാലോ എന്താ നിങ്ങൾ ആലോചിക്കാത്തത്? ഉത്ബോധനം ഫലിക്കട്ടെ. എന്താ നിങ്ങളത് പറയാത്തത്? പരിശുദ്ധ ഖുർആൻ ഉത്ബോധനമാണ്, ഖുത്ബയും ഉത്ബോധനമാണ് എന്നതുകൊണ്ട് ഭാഷ മാറ്റാൻ പറ്റുമെന്നില്ല. അതേ സ്ഥാനത്ത് കേട്ടോ, നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ അറബി ഭാഷയിൽ തന്നെ ഓതണം. നിസ്കാരമില്ലാത്ത സമയത്ത് ഉത്ബോധനം നടത്തുമ്പോൾ പരിശുദ്ധ ഖുർആന്റെ ആശയം പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ ഖുത്ബയിൽ ഉത്ബോധനം നടത്തുമ്പോൾ അത് അറബി ഭാഷയിൽ തന്നെ ഓതണം. ഖുത്ബന്റെ പുറത്ത് ഉത്ബോധനം നടത്തുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിച്ചു കൊടുക്കാം. കാരണം ഖുത്ബ പ്രത്യേക നിബന്ധനകളുള്ള ഇബാദത്താണ്. ഏതുപോലെ നിസ്കാരം പ്രത്യേക നിബന്ധനകളുള്ള ഇബാദത്താണ്. ആ പ്രത്യേക നിബന്ധനകളുള്ളത് കൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള ഭാഷയിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഇതാണ് ആ വിഷയത്തിൽ എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റിയ അതിന്റെ ശരിയായ രീതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനസ്സിലാക്കാനുള്ള ഒരു തൗഫീഖ് നമ്മുടെ ജമാഅത്ത് കൊടുവള്ളി അടക്കമുള്ള എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം ഞാനിപ്പോ മൈക്ക് വിടുകയാണ്. നേരം 12:40 അത്യാവശ്യമാണെങ്കിൽ കുറച്ചു നേരം കൂടിയൊക്കെ നിലക്കും. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് കേൾവിക്കാരൻ ഉസ്താദ് വരും. ബാക്കി നമുക്ക് ചർച്ച പിന്നെ തുടരാം കേട്ടോ. ഒരു വിഷയവുമില്ല. നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, പ്രമാണം ഉണ്ടെങ്കിൽ പ്രമാണം പറഞ്ഞോളൂ. ലില്ലിത്തിബായി ഞാൻ നേരത്തെ വിശദീകരിച്ചു. 10 വിഷയത്തിൽ ഇത്തിബാഗ് പറ്റും, 11ാമത്തെ വിഷയത്തിൽ ഇത്തിബാഗ് വേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞത് ഏത് ന്യായപ്രകാരമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകണില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അതിനൊന്നും നിങ്ങൾ ഒരു ജവാബും പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ മൈക്കെടുത്ത് എന്താ പറയാ? നിങ്ങളുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് ഞങ്ങളത് അതിനെപ്പറ്റിയല്ല ഇപ്പൊ നിങ്ങളോട് ചോദിച്ചത്. നിങ്ങളെ പ്രമാണ ചോദിച്ചത്. നിങ്ങളെ പ്രമാണപ്പ ചോദിച്ചത് ഞങ്ങളെ പ്രമാണല്ല. ഞങ്ങളെ പ്രമാണമാണ് നിങ്ങൾക്ക് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ കൊണ്ട് പറയാം. നിങ്ങൾക്ക് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ പറ്റുമല്ലോ. നിങ്ങളെ പ്രമാണ ചോദിച്ചത്. അവിടെ ആയത്തോത്, ഹദീസോത്, ഇജ്മാ ഉണ്ടെങ്കിൽ പറയും, ഖിയാസ് ഉണ്ടെങ്കിൽ പറയും. അതാണ് നിങ്ങളെ പ്രമാണം. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിങ്ങൾക്ക് ആരുമല്ല. അതുകൊണ്ട് അവരുടെ നിങ്ങൾ എടുക്കണ്ട. ഞങ്ങളെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്ന് നമുക്ക് ഇതാണ്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം പരിശോധിക്കാം. ആ പരിശോധനയിൽ ഒരു കാര്യം സ്ഥിരപ്പെടും. എന്താ? ജുമാന്റെ ഖുത്ബനെ പറ്റി ഞങ്ങൾ എന്താണോ പറയുന്നത് അത് ഞങ്ങൾക്ക് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചെന്നതാണ്. അതെന്നെ ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞോളൂ. അപ്പുറത്തേക്ക് ഒന്നും ഞങ്ങൾ പറയണില്ല. അത് ഇൻഷാ അല്ലാഹ് തെളിയിക്കും. അത് തെളിയിക്കും എന്ന് പറയുന്നത് വാതിലടച്ചിട്ടിട്ട് സ്വകാര്യം പറയല്ല. 100-300ഓളം ഐഡികളെ ക്ലാസ് റൂമിൽ ഇരുത്തിയിട്ട് അതിനേക്കാൾ ഏറെ ഐഡികളെ റേഡിയോയിലൂടെ കേൾപ്പിച്ചിട്ട് SGB എന്ന ബ്രാൻഡഡ് കമ്പനിന്ന് അത് പറയണത്. മനസ്സിലായെങ്കിൽ ഞങ്ങൾക്ക് നാളെ പൂട്ടിപ്പോകാൻ പറ്റില്ല. തെരുവച്ചവടക്കാരാണെങ്കിൽ ഒരു ദിവസം വിറ്റിട്ടേ നാളെ അത് കളറ് പോയി എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ടിരുന്ന നേരത്തെ അവിടെ ആളെ കാണൂല. ഞങ്ങൾക്കത് പറ്റൂലല്ലോ. ഞങ്ങളിത് സ്ഥിരമായി തുറന്നിടുന്ന റൂമാ. ഞങ്ങൾക്ക് നാളെ അവിടെ വന്നാൽ ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നിങ്ങൾ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങൾ പറഞ്ഞതാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത്. അഥവാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്താണോ പഠിപ്പിച്ചത് അതാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് ഓരോ ഇബാറത്തും നമുക്ക് നോക്കി വായിക്കാം. യാതൊരു വിരോധമില്ല. ഷാഫിഈ മദ്ഹബിലെ മുഴുത്തമതായ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണോ അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് നമ്മൾ ഓരോന്ന് തെളിയിക്കും. അതിനെതിരുണ്ട് ഒറ്റ കിതാബ് കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കൂല. ഇൻഷാ അല്ലാഹ് ആ വെല്ലുവിളി വേണമെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോളി. നാളെ നമുക്ക് ചർച്ച തുടരാം. ഇന്ന് നിങ്ങൾ പറയേണ്ടത് പ്രമാണമുണ്ടെങ്കിൽ പറയും. ഖുത്ബ പരിഭാഷ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബോധനയിൽ പ്രമാണം ഉണ്ടെങ്കിൽ പറയും. ഞാൻ പറഞ്ഞു ഖുത്ബന്റെ വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ ഇത്തിബാഅാണ് ആകെയുള്ള തെളിവ്. ഖുത്ബ വേണമെന്നതിനതാണ് തെളിവ്. അത് 2 എണ്ണമാകണമെന്നതിനതാണ് തെളിവ്. ഇടയിലിരിക്കണമെന്നതിനതാണ് തെളിവ്. അതിന്റെ ഘടന ഇന്നതാകണമെന്നതിനതാണ് തെളിവ്. മാത്രമല്ല സമയം ഇന്നതാകണമെന്നതിനതാണ് തെളിവ്. നിസ്കാരത്തിന്റെ മുമ്പാകണമെന്നതിനതാണ് തെളിവ്. വെള്ളിയാഴ്ച ദിവസമാകണമെന്നതിനതാണ് തെളിവ്. ഓതുനാള് പുരുഷനാകണമെന്നതിനതാണ് തെളിവ്. വുളു ഉണ്ടായിരിക്കണമെന്നതിനതാണ് തെളിവ്. മാത്രമല്ല ഔറത്ത് മറച്ചിരിക്കണമെന്നതാണ് തെളിവ്. അറബി ഭാഷയിലായിരിക്കണം എന്നതിനും അതാണ് തെളിവ്. എല്ലാത്തിനും തെളിവ് ഇത്തിബാ. മനസ്സിലായോ? അവിടെ അതാണ് ഇത്തിബാ. അതുകൊണ്ട് തന്നെ വെറുതെ എന്താക്കണ്ട, നിങ്ങൾ അതിന്റെ പിന്നാലെ കൂടിയിട്ട് ജുമയും ഖുത്ബയും ഒന്നും നഷ്ടപ്പെടുത്തണ്ട.
അതേ സ്ഥാനത്ത് യുക്തി പറഞ്ഞ് ന്യായം പറഞ്ഞ് തിരിയണ്ടേ എന്ന് ന്യായം പറഞ്ഞിട്ടാണ് സത്യത്തിൽ മുജാഹിദീങ്ങൾ ഖുതുബ പരിഭാഷ രേഖപ്പെടുത്തുന്നത്. ആ ന്യായം യഥാർത്ഥത്തിൽ ന്യായമല്ല. അതാണ് ഞാനിവിടെ തെളിയിച്ചത്. എന്തുകൊണ്ട് ന്യായമല്ല? തിരിയണം, കാരണം അത് ഉത്ബോധനമാണ്. അതുകൊണ്ട് മനസ്സിലാകണ ഭാഷയിലാകണം എന്നാണ് പറയുന്നതെങ്കിൽ ഖുതുബ കഴിഞ്ഞിട്ടുള്ള നിസ്കാരത്തിൽ ഇന്നലെ വരെ പതുക്കെ ഓതിയത് വെള്ളിയാഴ്ച ഉറക്കം ഓതുന്നത് ആളുകൾ കേൾക്കാനാണ്. ആ ഖുർആനാണ് ഓതുന്നത്. ഖുർആൻ എന്താണ്? വമാ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ. അത് ജനങ്ങൾക്കുള്ള ഉത്ബോധനമാണ്. ഉത്ബോധനം തിരിയുന്ന ഭാഷയിലാകണമെങ്കിൽ മെഹ്റാബിൽ എന്ന് ഓതുന്ന ഖുർആനിന്റെ ആയത്തും തിരിയുന്ന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണം. എന്തുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിലെ ചെയ്തു കൊടുക്കണില്ല? നിസ്കാരേ അതൊരു പ്രത്യേക ഇബാദത്താണ്. അതുകൊണ്ട് അതിലത് പറ്റൂല. നിസ്കാരം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മൂലയിൽ എന്താക്കിക്കോട്ടെ, അതങ്ങനെ പരിഭാഷപ്പെടുത്തി കൊടുത്തോട്ടെ. എന്നാലേ ആ നിസ്കാരത്തിന്റെ മുമ്പ് എടുക്കണ ഖുതുബല്ലേ, അതൊരു പ്രത്യേക നിബന്ധനകളുള്ള ഇബാദത്താണ്. അതിലങ്ങനെ തോന്നിയ ഭാഷ പറ്റൂല. അത് ഖുതുബിൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മൂലയിലൊന്ന് പരിഭാഷപ്പെടുത്തി കൊടുത്തോട്ടെ, ഒരു കുഴപ്പമുണ്ടാവൂല. അതാണ് എന്റെ ജവാബ്. അങ്ങനെ നടന്നാൽ ഒരു പ്രശ്നം വരാനില്ല. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോ ഇപ്പോ താങ്കൾ സംസാരിച്ചപ്പോ കോട്ടൂർ സഖാഫി പറയുകയുണ്ടായി, ഖുതുബയിൽ പറയുന്നത് അറബിയിലായിരിക്കണം, ഖുതുബന്റെ പുറത്ത് അനറബിയാകാം എന്ന് താങ്കൾ പറയുകയുണ്ടായി. അതിന്റെ തെളിവൊന്ന് പറഞ്ഞോളൂ. കാരണം റസൂലുള്ള ഖുതുബയിൽ അറബി സംസാരിച്ചു, ഖുതുബയുടെ പുറത്തുള്ള സംസാരങ്ങളും പ്രസംഗങ്ങളും അതും റസൂലുള്ളാഹിന്റെ ഖുതുബ അതും അറബിയിൽ തന്നെയായിരുന്നു. എന്നാൽ താങ്കൾ പറഞ്ഞത് മറ്റതൊക്കെ അനറബിയിലാകാം എന്നതാണ്. അതിന്റെ പ്രമാണം ഒന്ന് വായിച്ചോളൂ. പ്രമാണം എന്ന് പറയുമ്പോൾ ഖുർആനോ ഹദീസോ ആണ് ഞാൻ ചോദിക്കുന്നത്. ഖുർആനും ഹദീസും അല്ലാത്തത് എനിക്ക് സ്വീകാര്യമല്ലാത്തത് കൊണ്ടല്ല, മറിച്ച് ഇത്രയും നേരം നിങ്ങളുടെ പരിഭാഷയ്ക്ക് തെളിവായിട്ട് ഞാൻ കുറെ പ്രമാണങ്ങൾ നിങ്ങളുടെ ഇമാമുകളുടെ വാർത്തകൾ വായിച്ചപ്പോൾ നിങ്ങൾക്കത് സ്വീകാര്യമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഷാഠ്യം പിടിക്കുന്നത്. ഖുർആനിൽ നിന്ന് ആയത്തോകണം, അല്ലെങ്കിൽ ഹദീസിൽ. നല്ല സുഹൃത്തെ, നിങ്ങൾ കുറെ നേരമായി ഇമാമിങ്ങളെ ഗ്രന്ഥങ്ങൾ നിങ്ങളെ നേതാക്കൾ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ആദ്യം പറഞ്ഞതാ ഒരു മദാഹിബുൽ അർബ അല്ല നിങ്ങൾ പറഞ്ഞത് അല്ലേ? അതിൽ നിന്നല്ലേ നിങ്ങൾ ഇവിടെ അറബിയിൽ കുറെ നിങ്ങളുടെ സെന്റൻസ് വായിച്ചത് അല്ലേ? ജമാൽ കൂടുപള്ളി? ഈ മദാഹിബുൽ അർബ ആരുടെ ഗ്രന്ഥ? ഒന്ന് മൈക്കെടുത്ത് പറഞ്ഞാട്ടെ. നിങ്ങൾ ഈ ആളുകളെ പറ്റിക്കണത് ഇൻഷാ അല്ലാഹ് മറ്റേ കൂട്ടർ സാധ്യത ചെയ്യും. നിങ്ങൾ വായിച്ച് ഇതിപ്പോ ഈ കേൾക്കണ സാധാരണക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. ഈ ആൽ മദാഹിബുൽ അർബ എന്ന് പറയുന്ന ഗ്രന്ഥം ആരുടെ ഗ്രന്ഥാണ്? ജമാലെ, അയാൾ ഏത് കൊല്ലാ മരിച്ചത് ഒന്ന് പറയോ? ആ ഗ്രന്ഥത്തിന്റെ ഉടമ ഏത് കൊല്ലാ വഫാത്തായത് മരിച്ചതെന്ന് അതൊന്ന് മൈക്കെടുത്ത് പറഞ്ഞാട്ടെ. ഞാൻ മൈക്ക് വിട്ടു. അയാള് മരിച്ച കൊല്ലം സമയം കിട്ടിയിട്ട് ഞാൻ ആണ്ട് വയ്ക്കാൻ പോവാ അയാള്. എനിക്കിപ്പോ അയാൾ ആണ്ട് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഷാഫി മദ്ഹബിലെ നിയമമാണ് ഗ്രന്ഥം. അല്ല, ആണ്ടുകളെ കൊണ്ട് കയ്പിക്കും ഞങ്ങള്. കണ്ടകള് സുഹൃത്തുക്കളെ, മൂപ്പർക്ക് പറയാൻ വയ്യ, കിട്ടണില്ല. എന്താ പറഞ്ഞാ കള്ളി പൊളിയും, പറഞ്ഞാല് കള്ളി പൊളിയും. എന്നാ ജമാല് പറയണ്ട. മാഷാ അല്ലാഹ് കോട്ടൂർ ചെയ്തിട്ടുണ്ട്. ജമാല് പറയണ്ട, വേണ്ട. മൂപ്പര് നമ്മളെ ഇമാമികളെന്ന് അറിയാണ്. അപ്പൊ ഈ ആള് ഏത് കാലത്ത് ജീവിച്ച ആളാന്നൊന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ സുഹൃത്തുക്കളെ, ഈ ശ്രോതാക്കളായ നിങ്ങൾക്കൊക്കെ ഞമ്മക്കൊക്കെ ഇല്ലേ? ഇയാളിപ്പോ ഈ കിതാബിന്റെ വലിയ കിതാബിന്റെ പേരൊക്കെ പറഞ്ഞിങ്ങനെ വായിക്കുമ്പോ ഇത് ഏത് ഇമാമിന്റെ കിതാബാണെന്നൊന്ന് അറിയാൻ ഞമ്മക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവില്ലേ? അപ്പൊ ഏറ്റവും കുറഞ്ഞത് അയാൾ ഏത് കാലക്കാരനാന്നുണ്ടെങ്കിലും ഒന്ന് അറിഞ്ഞാല് ശ്രോതാക്കളായ എന്റെ മാതിരിയുള്ള സാധാരണക്കാർക്കൊക്കെ അത് അത് തിരക്കിടില്ല. ഇത് ഇമാമ് ഒറിജിനൽ ഇമാം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ടാണ്. അപ്പൊ ജമാൽ അത് പറയാൻ കൂട്ടാക്കണില്ല. പറഞ്ഞാൽ എന്താവും? ഇതുവരെ ഇപ്പൊ കള്ളി പൊളിഞ്ഞില്ലേ, അതിന്റെ അങ്ങേപ്പുറം എന്ത് ചെയ്യും? ഇതും പൊളിയും. കേട്ടിട്ട് നിങ്ങളെല്ലാരും മൂക്കത്ത് വിരൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ചിരിച്ചു പോവും. പടച്ചോനെ, ഇതാപ്പൊ ഇയാൾ ഇമാമെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോ ഏതായാലും കോട്ടൂർ സാബ് വൈക്കെടുക്കട്ടെ. ഞാനിപ്പോ പറയണ്ട, ജമാലെന്നെ പറയട്ടെ. ഏത് കാലക്കാരനാണെങ്കിൽ ഇയാൾ ഈ മദാഹിബുൽ അർബ എന്ന് പറഞ്ഞിട്ട് വായിക്കുന്ന ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരാണ്? അയാള് ഏത് നാട്ടുകാരനാണ്? ഏത് കാലത്ത് ജീവിച്ച ആളാണ്? ഞാൻ മൈക്ക് വിട്ടു. കോട്ടൂർ സാബ് മൈക്ക് കൊടുക്കും. അസ്സലാമു അലൈക്കും.
ഹലോ, അതിന്റെയൊക്കെ ഞാനൊന്ന് ചെറിയ കട്ട് വന്നു. ഇപ്പൊ കേൾക്കണ്ടോ? നമ്മളെ ജമാൽ ഇപ്പൊ പറഞ്ഞതേ, എനിക്ക് മൂപ്പര ആണ്ട് കഴിക്കണ പണിയല്ല എന്നാ. നിങ്ങൾക്ക് മൂപ്പര ആണ്ട് കഴിക്കാൻ നേരം കിട്ടൂല, നിങ്ങൾക്ക് മുജാഹിദിന്റെ ആണ്ട് തന്നെ ഇപ്പൊ കഴിക്കേണ്ടി വരും. ഒടുക്കാടെ ഈ പോക്ക് കേട്ടോ. നിങ്ങൾക്ക് വേറുള്ളവരെ ആണ്ട് കഴിക്കാൻ നേരം കിട്ടില്ല സുഹൃത്തെ. അവനാന്റെ ആണ്ട് കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ വേറുള്ളവരെ ആണ്ട് കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മുജാഹിദിന്റെ ആണ്ട് തന്നെ ഇപ്പൊ കഴിക്കേണ്ടിരുന്നു. ഇപ്പൊ ഖുത്ബ പരിഭാഷന്റെ ആണ്ട് ഡേറ്റ് ചെയ്ത് വെച്ചോളി, കഴിച്ചോളി. അടുത്തല്ലേ ഈ ഡേറ്റിന് കേട്ടാ. ഇന്നത്തെ ഡേറ്റ് അവിടെ നോട്ട് വെച്ചോളി. അടുത്ത കൊല്ലം ഈ ഡേറ്റിന് SGV ഖുത്ബ പരിഭാഷ പടഞ്ഞു മരിച്ച ദിവസമാണെന്ന് എന്ന് പറഞ്ഞിക്കാണ്ട് നിങ്ങൾ എല്ലാരും കൂടി മുജാഹിദിന്റെ നൂറ്റാണ്ട് കഴിച്ചല്ലോ. മുജാഹിദ് പടഞ്ഞു മരിച്ച ദിവസം കണക്കാക്കിയിട്ട് നൂറ്റാണ്ട് കഴിച്ചില്ലേ. അതേപോലെ നിങ്ങളൊരു ആണ്ട് അടുത്ത കൊല്ലം കഴിക്കേണ്ടി വരും. നിങ്ങളെ ചോദ്യം നല്ല ചോദ്യാ. പക്ഷേ നമ്മളെ ചർച്ച ഖുത്ബ പരിഭാഷയാണ്, മറ്റ് വയലുകളെ പറ്റിയല്ല കേട്ടാ. നല്ല തമാശ. നിങ്ങൾ പറഞ്ഞെന്താ വേറെ വയലൊക്കെ അല്ലേ, അതൊക്കെ മലയാളത്തിൽ നടത്തുന്നതിന് എന്താണ് തെളിവ്ന? പൊന്നാര ചങ്ങായി, വേറെ വയല് മലയാളത്തിൽ നടത്തുന്നത് പോലല്ല നിക്കാരും ഖുത്ബയും മലയാളത്തിൽ നടത്തുന്നത്. കാരണം എന്താ? കേട്ടോ പറഞ്ഞുതരാ. വേറെ വയലെന്താ? വേറെ വയല് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാ. ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധാരാളം ഹദീസുകളോട് പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്ത സംഗതിയാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ബുഖാരിന്റെ ഹദീസാണ്. പോരെ ഒറ്റൊന്ന് നമ്മൾ ഹദീസ് വേണം നിർബന്ധം പിടിച്ചോണ്ട. അതിലൊന്നും ഹദീസ് ആരും ചോദിക്കലില്ല. കാരണം അത് അത്രയും ആളുകൾക്ക് എണ്ണമില്ലാതെ അറിയുന്ന ഹദീസുകളാണ് ആ വിഷയത്തിലുള്ളത്. ഏതായാലും ഖുത്ബയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? കേട്ടോ പറഞ്ഞുതരാ. കേട്ടോ, ഓരോന്ന് പറഞ്ഞുതരാ. കേട്ടോ, ഖുത്ബ എപ്പോഴാ? വെള്ളിയാഴ്ച ഉച്ചക്ക്. അന്ന് വോട്ടാ, അടുത്ത വെള്ളിയാഴ്ച ഇലക്ഷനാ. എന്നാ നമ്മള് സൗകര്യം എന്നാ വ്യാഴാഴ്ച ആക്കുക. ഇലക്ഷന്റെ അന്ന് ഉച്ചക്ക് ബുദ്ധിമുട്ടാ. മാറ്റലുണ്ടോ? ഉണ്ടോ? അല്ലാ, ഇപ്പൊ പാലക്കാട് ജില്ലയിൽ 42 ഡിഗ്രിയാണ് ചൂട്. ഉച്ചക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നാ മഗ്‌രിബിന്റെ ശേഷം ആക്കലുണ്ടോ ഖുത്ബ? ഉണ്ടെങ്കിൽ പറയ്. അല്ലെങ്കിൽ പറയാ അല്ലാ എന്തിനാണ് ഇപ്പൊ 2 ഖുത്ബയൊക്കെ കുറച്ചു നേരല്ലേ ഓതുന്നുള്ളൂ, അത് ഒന്നായിട്ടുണ്ട് ഓതി ഒറ്റയാക്കിണ്ട് ഓതിയാ പോരെ. എന്തേ ഓതാത്തത്? ഒറ്റയാക്കിയിട്ട് എന്തേ ഓതാത്തത്? പറയ്. വെള്ളിയാഴ്ച ദിവസം എന്താ മാറ്റാത്തത്? ഉച്ച സമയം എന്താ മാറ്റാത്തത്? എന്തേ പുതിയാപ്പിളക്ക് സുഖമില്ലാതെ കിടന്ന് പള്ളിക്കര ഖത്തീബ് കച്ചവടത്തിന് പെണ്ണുങ്ങളെ പറഞ്ഞേക്കലുണ്ട്, എന്തേ ഖുത്ബക്ക് പെണ്ണുങ്ങളെ പറഞ്ഞേക്കാത്തത്? പറങ്ങള് മറുപടിയൊക്കെ. അപ്പൊ ഖുത്ബക്ക് ഒന്നും പറ്റൂല. എന്നാലോ മറ്റേ വയലിനോ മറ്റേ പ്രസംഗത്തിനോ അല്ലാ എന്നൊക്കെ പ്രസംഗം നിശ്ചയിച്ചത് അത് നമ്മളെ ഏപ്രിൽ 10 വ്യാഴാഴ്ച. അല്ലോ അന്ന് ഇലക്ഷൻ ആണല്ലോ. വേണ്ട, നമുക്ക് അടുത്ത ആഴ്ച 17-ാം തീയതി ആക്കാം. ഒരു കുഴപ്പം ആരും പറയില്ല. എന്നാ 10-ാം തീയതി നിശ്ചയിച്ച വയത് 17-ാം തീയതിക്ക് മാറ്റിയിരിക്കണേ. കാരണം അന്ന് ഇലക്ഷൻ ആകുന്നു. പാലക്കാട് ജില്ലയിൽ നല്ല ചൂടാണ്. അതുകൊണ്ട് ഉച്ച സമയത്തെ ക്ലാസ് രാത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ആർക്കും ഒരു തർക്കമില്ല. എന്താ തർക്കമില്ലാത്തത്? അത് പ്രത്യേക നിബന്ധന പഠിപ്പിക്കാത്ത ഒരു കർമ്മമാണത്. ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അതിന് പറ്റുന്ന ഏത് സമയവും ഉപയോഗിക്കാം, ഏത് സ്ഥലത്തും ആക്കാം. പക്ഷെ ഖുത്ബ അങ്ങനല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഖുത്ബക്കും ബാധകമാകേണ്ടിയിരുന്നു. ഖുത്ബ എന്നും ആക്കാം, ഏത് സമയത്തും ആക്കാം, ആർക്കും ആകാം എന്ന് വരേണ്ടിയിരുന്നു. അതില്ല. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതെ പോയല്ലോ മുജാഹിദേ. ആണ്ട് കഴിക്കലാതെ വേറെ ഒരു നിവൃത്തിയില്ല. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, മുജാഹിദിന് ഖുത്ബ പരിഭാഷക്ക് യാതൊരു തെളിവില്ല. എന്താ അവര് പറയല്? ഞങ്ങളിങ്ങനെ ഖുർആനും സുന്നത്തും ഇങ്ങനെ നടുക്കണ്ടം വെച്ച് നോക്കിയിട്ട് അതിനെ നടുത്ത കഷ്ണം എടുത്തിട്ടാണ് ഞങ്ങൾ നടക്കലെന്ന് അവര് പറയല്. ഒരു പറയലെങ്ങനെ? ഖുർആനും സുന്നത്തിന്റെ അരും സൈഡും കൂടി അവർക്ക് പറ്റൂല. ഓരോ വർത്താനം കേട്ടാല് അതിന്റെ നടുവ് കൂടി കണ്ട് പോകാനേ പറ്റുള്ളൂ. വസ്വാസമുള്ളവരോ അതൊന്നും ഒതുക്കണ വൈദ്യ മുജാഹിദിന്റെ ഖുർആനും സുന്നത്തും. അത് നടുവുന്നുണ്ട് കാമ്പെടുത്ത് ഒതുക്കലാണല്ലോ. അതേമാതിരിയാണ് ഓരോ വർത്താനം കേട്ട ഓരോ ഖുർആനും സുന്നത്തും. പക്ഷേ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഉണ്ട് നടത്തിയിട്ട് ഖുർആൻ എവിടെയെന്ന് വെച്ചാൽ ഖുർആനും ഉണ്ടാവില്ല, സുന്നത്ത് എവിടെയെന്ന് വെച്ചാൽ സുന്നത്തും ഉണ്ടാവില്ല. പിന്നെ എന്താ നിങ്ങളെ മതം? ഏത് മതപിനങ്ങളെ മതം? അതുകൊണ്ട് ഖുത്ബ പരിഭാഷന്റെ വിഷയത്തില് പ്രമാണം ഒന്നും അവതരിപ്പിക്കാൻ ഒരു മുജാഹിദിനും ഇക്കാലം വരെ കഴിഞ്ഞിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ സാധിക്കൂല. പ്രമാണം വിട്ട് ന്യായം പറയാൻ, ഒരു പൊളിയാത്ത ന്യായം പറയാൻ ഇലാ യൗമിൽ ഖിയാമ ഒറ്റ മുജാഹിദിനും സാധിക്കൂല. 1300 വർഷക്കാലത്തെ ചരിത്രത്തിൽ നിന്ന് അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയത് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഇലാ യൗമിൽ ഖിയാമ ഒറ്റ മുജാഹിദിനും സാധിക്കൂല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഇനി മുജാഹിദ് പള്ളിക്ക് പ്രമാണത്തിന്റെ
പിന്തുണയില്ലാത്ത, ചരിത്രപരമായ തെളിവുകളില്ലാത്ത, ന്യായത്തിന്റെ പിൻബലമില്ലാത്ത ആ നിക്കാരത്തിനും ഖുതുബക്കും പോണമെന്ന്, ആ പ്രസംഗത്തിന് പോണമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ സമയമായിട്ടുണ്ട്. പടച്ച റബ്ബ് സൽബുദ്ധിയും തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് ദുആ വസിയത്തോടെ തൽക്കാലം മൈക്ക് വിടുന്നു. ഇനി ഇൻഷാ അല്ലാഹ് കേൾവിക്കാരൻ ഉസ്താദ് ഉണ്ടാകും. ഞാൻ ഇനി മൈക്കിൽ വരും, നേരം വെളുക്കോളം വരും. എപ്പോഴും അറിയങ്ങള് ജമാല് കൊടുവള്ളി മൈക്കെടുത്തിട്ട് എന്ത് പറയണം? ആയത്ത് കൊണ്ട് ഓതണം, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓതണം. എന്തിന്? ഖുതുബ പരിഭാഷപ്പെടുത്തുന്നതിൽ ഹദീസ് കൊണ്ട് ഓതിയാൽ ഞാന് എവിടെ ഉണ്ടാവും? നേരം വെളുക്കോളം മൈക്കിലുണ്ട്, ഒന്നും ഉറങ്ങണില്ല, തീരുമാനിച്ചിട്ടുണ്ട്. ജമാല് കൊടുവള്ളി ഹദീസ് ഓതട്ടെ, ഖുതുബ പരിഭാഷപ്പെടുത്തുന്നതിന് ഹദീസ് ഓതട്ടെ. ഇൻഷാ അല്ലാഹ് ഉറങ്ങാതെ നേരം വെളുക്കോളം ഇവിടെ ഇരിക്കും. ഇല്ലേ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ കേട്ടിരിക്കും കുറച്ച് സമയം. എനിക്ക് ഉറങ്ങാനുള്ള സമയമായി തുടങ്ങി. കേൾവിക്കാരൻ ഉസ്താദ് ചർച്ചയ്ക്ക് വരും. അല്ലാഹു തആല നമ്മുടെ ഉസ്താദുമാർക്കും പ്രവർത്തകർക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിദേയത്തുകളിൽ നിന്നും, ലലാലത്തുകളിൽ നിന്നും, ഫിസ്കിൽ നിന്നും, മുസീബത്തിൽ നിന്നും നമ്മളെ എല്ലാവരെയും അർഹമുർ-റഹീമീനായ റബ്ബ് സലാമത്താക്കി രക്ഷപ്പെടുത്തി ഹിഫ്ള് നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.